Hi guys, welcome back to 10 to $10,000 trading challenge video. നമ്മൾ ഇന്നലത്തെ ട്രേഡിൻ്റെ അപ്ഡേറ്റ് ആദ്യം തരാം. ഇന്നലെ ബി ടി സിയിൽ അത് സ്റ്റോപ്പ് ലോസ് അടിച്ചു. സ്റ്റോപ്പ് ലോസ് മീൻസ് കോസ്റ്റ് നമ്മൾ ഇട്ടിച്ചിരുന്നു. ആ കോസ്റ്റിൽ വന്ന് കട്ടായി. സോ നമ്മളെ ബാലൻസ് ആസ് ഇറ്റ് ഈസ് 120 ആയിരുന്നു. ചെറിയൊരു പ്രോഫിറ്റിലാണത് മറ്റത് നമ്മൾ ഇന്നലെ ഇട്ടത് ക്ലോസ് ആയിട്ടുള്ളത്. സോ ഇപ്പം 121 ആണ് ബാലൻസ്. ഇതിൽ ഇൻഫാക്റ്റ് ഞാൻ രാത്രി ഫുൾ ഇവിടെ നോക്കിയാൽ അറിയാം സെൽ സൈഡിലോട്ടായിരുന്നു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇന്നലത്തെ ഡേറ്റ് 19 അല്ലേ, ഇത് തൊട്ടിട്ട് ഓക്കെ. പക്ഷേ ഇതിൽ ഈ മൂന്നും നമ്മളെ കോസ്റ്റ് ഔട്ടായി. അപ്പോൾ അതിൽ വന്ന ചെറിയൊരു പ്രോഫിറ്റ് കാരണമാണ് ഇത് 121 ആയത്. 120 ആയിരുന്നു നമ്മളെ ബാലൻസ്. സോ യു വിൽ അനലൈസ് നൗ ഗോൾഡ് മാർക്കറ്റ്. വീക്കെൻഡാണ്, ഏകദേശം ക്ലോസിങ്ങിൻ്റെ സമയമായി. ഗോൾഡ് ഇപ്പം കുറച്ച് അത്യാവശ്യം മൂവ്മെൻറ്റ് വരുന്നുണ്ട്. മുകളിലോട്ടൊരു ബ്രേക്ക് ഔട്ടിൻ്റെ ഒരു ഇൻഡ്യൂഷൻ പോലെ തന്നിട്ട് പിന്നെ വീണ്ടും താഴോട്ടേക്ക് തന്നെ വരാണ്. ഡെയിലി ക്യാൻഡിൽ ഭയങ്കര മോശം പെർഫോമൻസ് ആണ്. ബട്ട് 4 hour ക്യാൻഡിൽ സ്ട്രോങ്, അതായത് ബ്രേക്ക് ഔട്ട് പോലാണ്. അടുത്ത ഇത് ബ്രേക്ക് ഔട്ട് വരേണ്ടതാണ്. നിയമപ്രകാരം ഇത് ഇനി ഈ ഒരു റേഞ്ചിലോട്ട് വന്നിട്ട് ചിലപ്പോൾ ഇനി വീണ്ടും മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് തരേണ്ടതാണ്, റീട്രേസ്മെൻറ്റ് വന്നിട്ട്. 1 hourൽ ഒരു പ്രോപ്പർ സെറ്റപ്പ് കാണുന്നില്ല. ഐ തിങ്ക് ലെറ്റ്സ് റിമൂവ് ഓൾ ഡ്രോയിങ്. ഞാൻ ആദ്യം ഈ ഡ്രോയിങ്സ് മൊത്തം റിമൂവ് ചെയ്താലോ എന്ന് ആലോചിക്കാം. മൊത്തം റിമൂവ് ചെയ്തിട്ടോ. എന്താണെന്ന് അറിയാം, മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആവും. ഡെയിലി റേഞ്ചിൽ 2 റേഞ്ച് നമുക്ക് ഡ്രോ ചെയ്യാം. ആദ്യം ഡെയിലി ക്യാൻഡിൽസിൽ ഒരെണ്ണം, അതും ഒരെണ്ണം ഇവിടെയാണ് ഡെയിലി ക്യാൻഡിൽസിൻ്റെ വരുന്നത്. ഇവിടെ നിന്ന് ഇത് റിജക്ഷൻ, ഡെയിലി ക്യാൻഡിൽസിൽ ഒരു റിജക്ഷൻ വരാണെന്നുണ്ടെങ്കിൽ മിക്കവാറും അത് അടുത്തത് ഇത് ഒന്നുകൂടെ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വരും. പക്ഷേ അത് ചിലപ്പോൾ ഒരു മാസം എടുത്തിട്ടാവാം, പറയാൻ പറ്റില്ല. കാരണം ഡെയിലി ഓരോരോ ചെറിയ ക്യാൻഡിൽ എടുത്തിട്ട് വരാനും ചാൻസ് ഉണ്ട്. അതല്ല, ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് തരാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് എവിടെ പോയി നിൽക്കുന്ന ഒരു പിടുത്തമില്ല. 4 hourൽ ബുള്ളിഷാണ് മാർക്കറ്റ്, EMAയുടെ മുകളിലാണ്. 1 hourൽ 1 hour ഗൈസ് ഇത് എന്താ പറയുക, സൈഡ് വേസ് പോലെയാണ് മാർക്കറ്റ്. ചെറിയൊരു ഫേക്ക് ബ്രേക്ക് ഔട്ട് പോലെ തന്നു, പിന്നെ വീണ്ടും സൈഡ് വേസ് ആയി. 30 മിനിറ്റിൽ EMAയുടെ മുകളിലാണ് ഇപ്പോഴും. ഓക്കെ, 15 minute 9 EMA ബ്രേക്ക് ചെയ്തു, ക്ലോസ് ചെയ്തു താഴെ 15 minutesൽ. അപ്പോൾ ഇൻഫാക്റ്റ് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഈ ഒരു റേഞ്ചിൽ എവിടെയെങ്കിലും ട്രേഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്കൊരു സെൽ സൈഡിലോട്ട് പ്ലാൻ ചെയ്യാമായിരുന്നു. ഈ ഒരു ഏരിയയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 5 minute ഓക്കെ, 5 minute 15 minute അഥവാ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതുവരെ കിട്ടും എന്നുള്ളത് നോക്കണം. ഏത് റേഞ്ച് വരെ? ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് സൈഡ് വേസ് ആയ ഏരിയ ആണ്. ഈ ഏരിയ വരെ വന്നാൽ ചിലപ്പം ക്യാൻഡിലിന് റിയാക്ഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഇവിടെ ഈ ഒരു ഏരിയൻ്റെ അകത്തുനിന്ന്. പക്ഷേ പ്രോപ്പർ ഏരിയ ഇതാണ്, താഴെ ഈ സോണാണ്. ബട്ട് 15 minute നമുക്കിപ്പോഴും ഇത് ടെസ്റ്റ് ചെയ്തിട്ടില്ല, ഈ ലൈൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ പ്രീവിയസ് ഹൈ ടെസ്റ്റ് ചെയ്യാതെ താഴോട്ടേക്ക് വരികയാണ്. അപ്പം ചാൻസസ്
കൂടുതലും ഇപ്പോൾ 1 ഹവറിൽ നല്ല ബുള്ളിഷ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ വന്നിട്ട് ബൈയിങ്ങിലോട്ട് തന്നെ പോവാനാണ് കൂടുതൽ ചാൻസും. 1 അവർ ക്യാൻഡിൽ നോക്കുമ്പോൾ ബൈയിങ്ങിലോട്ട് പോകാനാണ് ചാൻസ് ഗൈസ്. ലെറ്റ്സ് സീ ഹൗ ദിസ് ക്ലോസ്. 9 മിനിറ്റ് കൂടെ ഉണ്ട്. 30 മിനിറ്റിനും 9 മിനിറ്റ് ഉണ്ട്. 15 മിനിറ്റ്, 5 മിനിറ്റ്. ഇവിടെ കിട്ടുകയാണെങ്കിൽ ഒരു ബൈ ചെയ്യാം എന്ന് വിചാരിക്കുകയാണ്. ഈ റേഞ്ചിലോട്ട് കിട്ടുകയാണെങ്കിൽ. ബിറ്റ് കോയിൻ എന്താ സ്ഥിതി നോക്കാം. ഈയിടെയായിട്ട് ഗോൾഡും ബിറ്റ് കോയിനും ഒരേ ഒരു ടൈപ്പ് ഓഫ് മൂവ്മെൻ്റ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരേ പാറ്റേണിലാണ് മൂവ്മെൻറ്റ് ചെയ്യുന്നത്. ഗോൾഡ് സൈഡ് വൈസ് ആകുമ്പോൾ ബിറ്റ് കോയിനും സൈഡ് വൈസ് ആയിക്കൊണ്ടിരിക്കുക. ഗോൾഡ് മൂവ്മെൻറ്റ് തരുമ്പോൾ ബിറ്റ് കോയിൻ മൂവ്മെൻറ്റ് തരുന്നു. ബിറ്റ് കോയിൻ ഇത് ഇന്നലെ നമ്മൾ ട്രേഡ് എടുത്ത റേഞ്ചായിരുന്നു. കുറേ കിണഞ്ഞ് ശ്രമിച്ചു നോക്കി, ബട്ട് പ്രോഫിറ്റ് തന്നില്ല. ഇൻഫാക്റ്റ് നല്ല കാര്യമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കോസ്റ്റ് കട്ട് ചെയ്തത്. കാരണം കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്റ്റോപ്പ് ലോസ് ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും സ്റ്റോപ്പ് ലോസ് ഈ ക്യാൻഡിൽ അടിച്ചിട്ടുണ്ടാവും. അപ്പം ചില സമയത്ത് നമ്മൾ ട്രേഡ് നമ്മളെ എഗെയിൻസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുക ഗൈസ്. അതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. 1:1 മുകളിൽ നമുക്ക് ട്രേഡിൽ പ്രോഫിറ്റ് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ റിസ്ക് എടുക്കുന്നത് നല്ലതല്ല. മാർക്കറ്റ് സൈഡ് വേസ് ആയ പോലെ ഉണ്ട് ഗൈസ്. ഗോൾഡ് ഇൻഫാക്റ്റ് ഒരു അവസരം തരാതെ പോവാണല്ലോ മുകളിലോട്ട്. ഈ 15 മിനിറ്റ് ശരിക്കും ഈ റേഞ്ചിൽ വന്നിട്ടാണ് പോകുന്നത്. ഓക്കെ, ഞാൻ ഈ റേഞ്ചിൽ കിട്ടുകയാണെങ്കിൽ ഒരു സെൽ ട്രേഡ് അടിക്കും. 0.02. ബൈയിങ് ഏരിയയിലോട്ട് വന്നിട്ടില്ല. ഞാൻ ബൈയിങ്ങിനൊരു റേഞ്ച് വിചാരിച്ച ഏരിയയിലോട്ട് വന്നിട്ടില്ല. ഈ 5 മിനിറ്റ് ക്യാൻഡലിൻ്റെ ക്ലോസിങ് എങ്ങനെയാണെന്ന് നോക്കണം. ഗോൾഡിൻ്റെ പേടി എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ഡെയിലി ക്യാൻഡിൽസ് ഡോജിയാണ്. ഇതിൻ്റെ ഇന്നലെ ഡോജി ക്യാൻഡിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി അഥവാ ഡോജി ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സൈഡ് വേസ് ആയിരിക്കും. ഇങ്ങനത്തെ ഡെയിലി ക്യാൻഡിൽ ഡോജി എന്ന് പറഞ്ഞാൽ തന്നെ മാർക്കറ്റ് സൈഡ് വേസ് ആണ്. 4 ഹവറിലൊരു പ്രതീക്ഷ ഉള്ളത് ഇത് ബുള്ളിഷാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. 1 അവർ പക്ഷെ മാർക്കറ്റ് ക്ലോസിങ്ങിൻ്റെ സമയമായി തുടങ്ങി. ഇപ്പം തന്നെ നേരെ മുകളിലോട്ട് പോകാൻ ചാൻസസ് കുറവാണ്.
വീക്കെൻഡ് മാർക്കറ്റാണ്. BTC വീണ്ടും 4 ഹവറിൽ റിജക്ഷനാണ്.
ഗൈസ് ഐ ആം സോറി, ഇത് മ്യൂട്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. ഈ ട്രേഡിൻ്റെ ബിഹൈൻഡ് ലോജിക്ക്, ഈ നമ്മളിതിൽ ബൈയിങ് ഇവിടുന്ന് അടിച്ചു, ബൈയിങ് പോയില്ല, ക്യാൻഡിൽ വീണ്ടും വന്നിട്ട് 9 EMAയുടെ താഴെ ക്ലോസ് ചെയ്തു. അതുകൊണ്ട് അതിനെ ഫോളോ ത്രൂ ക്യാൻഡിൽ പ്രിപ്പയർ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാൻ സെൽ സൈഡിലോട്ട് ട്രേഡ് എടുത്തിട്ടുള്ളത്. EMAയുടെ മുകളിലാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുള്ളത്. റൂൾസ് ബേസിസ് ട്രേഡാണ് ചെയ്തിട്ടുള്ളത്, അതല്ലാതെ ഞാൻ ഫോമോ ക്രിയേറ്റ് ചെയ്ത് എൻ്റർ ചെയ്തോന്നല്ല. എനിക്ക് ഈ ഒരു ട്രേഡ് 0.03 $10 പോകുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ മൂന്നിലൊരു ഭാഗമേ പോവുള്ളൂ. പിന്നെ ഞാൻ $100 മുകളിലോട്ട് വന്നതുകൊണ്ടാണ് ലോട്ട് സൈസ് കുറച്ച് കൂട്ടിക്കൊണ്ടുവരുന്നത്. $100 താഴോട്ടേക്ക് ഡ്രോ ഡൗൺ വരാണെങ്കിൽ അക്കൗണ്ട് കുറഞ്ഞ് $100 കുറവിലേക്ക് വീണ്ടും വരാണെങ്കിൽ ഞാൻ വീണ്ടും ഇത് ലോട്ട് സൈസ് ഞാൻ കുറയ്ക്കും. ഇപ്പം ഞാൻ ലോട്ട് സൈസ് പതുക്കെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുമോ നോക്കുകയാണ്. വരച്ച കാര്യം കുഴപ്പമുള്ളൂ, ഈ വരുന്ന മാർക്കറ്റിൽ ഞാൻ കയറി വരുന്ന സമയം കുറച്ച് ലേറ്റാണ്. അപ്പോൾ മാർക്കറ്റ് കുറച്ച് ടൈം എടുത്തിട്ടാണ് എല്ലാം സൈഡ് വേസ് ആയി പോവാണ്. ഇതൊരു നെക്സ്റ്റ് വീക്ക് ഇതുവരെ തരാതിരുന്നാൽ മതിയായിരുന്നു. എനിക്ക് ഒരു ഇൻഡ്യൂഷൻ തോന്നുന്നത്, നേരെ വന്നിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് എടുത്ത് ഈ ഒരു ലെവലുണ്ടല്ലോ നമ്മൾ നേരത്തെ ഡ്രോ ചെയ്തിട്ടുള്ള ഒരു FEG ഗ്യാപ്പ് പോലെ വർക്ക് ചെയ്യും. ഈ ലെവലിലോട്ട് വന്നിട്ട് പിന്നെ വീണ്ടും താഴത്തേക്ക് വരാതിരുന്നാൽ മതി. ഗൈസ്, ഇത് സ്റ്റോപ്പ് ലോസ് കട്ടാവണമെന്ന് ഞാൻ ഇന്നത്തെ ഡേ ക്ലോസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്.
നമ്മളെ ട്രേഡിൽ റിസ്ക് റിവാർഡ് 1:3 ആയിരുന്നു. ഏകദേശം 1:3 ആണ്. ഈ ക്യാൻഡിൽ ക്ലോസിങ് വരുന്ന കണ്ടിട്ട് നമുക്ക് മിക്കവാറും ഇത് ലോസ് ബുക്ക് ചെയ്യേണ്ടി വരുമെന്ന്. BTC എന്തായി നോക്കാം. ഗോൾഡ് മുകളിലോട്ട് പോകുന്ന സെയിം പാറ്റേൺ BTC മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്യാൻഡിൽ കുറച്ച് സ്ട്രോങ് ക്ലോസിങ് തരാണെന്നുണ്ടെങ്കിൽ മാത്രമേ പ്രതീക്ഷയുള്ളൂ. റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ വലിയ ഹോപ്പില്ല. ഈ സോണും എനിക്കൊരു ചെറിയൊരു വിശ്വാസക്കുറവുണ്ട്. ഈ സോൺ ക്രോസ് ചെയ്യുമെന്നുള്ളത്. ഈ സോൺ ഈ ക്യാൻഡിൽ ക്രോസ് ചെയ്യണമെങ്കിൽ കുറച്ച് പണിയാണ്. കാരണം പ്രീവിയസ് റെസിസ്റ്റൻസ് വന്നിട്ടുള്ള സോണാണ്. അത് ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അത് ചിലപ്പോൾ അത് വീണ്ടും സപ്പോർട്ട് ഇതേപോലെ അത് സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ടാർഗറ്റ് തരേണ്ടതാണ്. ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം. സ്ട്രോങ് റിജക്ഷൻ ആണ് ഏരിയയിൽ നിന്ന് വരുന്നത്. ഉണ്ടോ, ക്യാൻഡിൽസ് റിജക്റ്റ് ചെയ്യുന്നത് നല്ലൊരു ലക്ഷണമല്ല അവിടുന്ന്. $15. Come on, gold. Just move. $30 ഒരു റെഡ് കൂടെ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷെ 30 മിനിറ്റ്സിന് ഇനിയും
5 മിനിറ്റ്സ് കൂടെ ബാക്കിയുണ്ട്. ഈ വിക്ക് ആണ് ഇഷ്ടപ്പെടാത്തത്. ഈ റിജക്ഷൻ വന്നുകൊണ്ട് എല്ലാ ക്യാൻഡിലും ആ റിജക്ഷൻ പാറ്റേൺ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് നമുക്ക് ടാർഗറ്റ് കിട്ടുമെന്ന്? സമയം പോവാണ്. മാർക്കറ്റ് ട്രേഡ് എടുത്തു കഴിഞ്ഞപ്പോൾ തൊട്ടിട്ട് പാടെ നിന്ന പോലെ.
ഗൈസ്, വീഡിയോ ലെങ്തിയർ ആവുന്നത് കണ്ടിട്ടൊന്നും തോന്നരുത്. ഞാനിത് പൗസ് ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് 2-3 ദിവസമായിട്ട് കമൻസ് വരുന്നുണ്ട് വീഡിയോ പൗസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഫുള്ളായിട്ട് തന്നെ ഇടാൻ വേണ്ടിയിട്ട്, കട്ട് ചെയ്യാതെ. കുറേ പേർക്ക് ഇത് മാർക്കറ്റിൻ്റെ സൈക്കോളജി, ട്രേഡ് എടുക്കുമ്പോഴുള്ള സൈക്കോളജിയും നമ്മളെ ഇമോഷൻസും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് മേ ബി അത് പഠിക്കാൻ വേണ്ടി ഉപകാരപ്പെടുന്നുണ്ടാവും. സോ ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദിസ്. ഞാൻ അതുകൊണ്ടാണ് വീഡിയോ പൗസ് ഒന്നും ചെയ്യാത്തത് ട്രേഡ് എടുത്തതിന് ശേഷം. അനാലിസിസ് ഞാൻ ട്രേഡ് എടുക്കുന്നതിന് മുമ്പാണെങ്കിൽ ഞാൻ കുറച്ച് നേരം പൗസ് ചെയ്തിട്ടുണ്ട്, ഈവൻ ദോ ഇതിലും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ട്രേഡ് എടുത്തതിന് ശേഷം പിന്നെ ഞാൻ പൗസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്യാൻഡിൽസ് പോകുന്നതിൻ്റെ ഇമോഷൻസും കാര്യങ്ങളും, ഇപ്പോൾ എനിക്ക് വരുന്ന സെയിം ഇമോഷൻസ് നിങ്ങൾ ട്രേഡ് എടുത്തെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ഒരു ഇമോഷൻ മനസ്സിലാവും, എത്രത്തോളം നമുക്കിത് മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പം നമുക്ക് ആ ഒരു ഫിയർ വരുന്നുണ്ടെന്നുള്ളതും, ഇടയിൽ വെച്ച് കട്ടാക്കിയാലോ അല്ലെങ്കിൽ വേറെ ട്രേഡ് എടുത്താലോ അങ്ങനത്തെ ഒക്കെ ഇമോഷൻസ്. ഇൻഫാക്റ്റ് നിങ്ങളെ പോലെ സെയിം ഇതന്നെയാണ് എനിക്കുള്ളത്. പക്ഷേ നമ്മൾ മാർക്കറ്റിൽ എന്തായാലും നമ്മൾ വന്നു ട്രേഡ്, നമ്മളൊരു റൂൾസ് ഉണ്ടായിരുന്നു, ഇത് റീട്രേസ്മെൻറ്റ് വരുന്നുള്ളത്. ആദ്യം ഇവിടുന്ന് ഒരു ലൈൻ ഇട്ട എന്തിനാണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരു സെൽ ട്രേഡ് വരേണ്ടതാണെന്ന് ഉള്ള ലെവലിലായിരുന്നു. പക്ഷെ അത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടുന്ന് EMAയുടെ താഴെ വന്ന് ക്ലോസ് ചെയ്തു. അപ്പം ഈ 9 താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിൻ്റെ ശേഷം വീണ്ടും റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോഴാണ് ഞാൻ ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഫസ്റ്റത്തെ ഈ ക്യാൻഡിലിൻ്റെ മുകളിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുള്ളത്. ഇനി എന്താ ചെയ്യേണ്ടത്? അത് ട്രേഡ് വർക്കൗട്ട് ആയെന്ന് നോക്കിയിരിക്കുക, അഥവാ ഇത് മുകളിൽ പോയി ക്ലോസ് ചെയ്യണം, ഇന്നത്തെ ഡേ ക്ലോസ് ചെയ്യുക, എന്ന് മാർക്കറ്റ് നമുക്ക് പൈസ തരാത്ത ദിവസമാണെന്ന് കരുതുക, അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ആ ഒരു എന്താ പറയുക മെൻറ്റാലിറ്റി ക്രിയേറ്റ് ചെയ്യുക. മാർക്കറ്റിൽ നിന്ന് ഡെയിലി പൈസ കിട്ടും എന്നുള്ളൊരു തെറ്റിദ്ധാരണ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ റോങ് ആണ്. ഈ പൈസ ഇതിപ്പോൾ ഇന്ന് പോയാൽ മാർക്കറ്റിൽ ഞാനത് വീണ്ടും ഇനി പിന്നെ തിരിച്ച് മുകളിലോട്ട് ഇനി കയറി പിന്നെ താഴത്തേക്ക് വരുമ്പോൾ വീണ്ടും പക്ക കോൺഫിഡൻസ് ഉള്ള സമയത്ത്, അല്ലെങ്കിൽ മാർക്കറ്റ് നല്ല മൂവ്മെൻറ്റ്സ് തിരക്കാണെങ്കിൽ ഓക്കെ, അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു എക്സ്ട്രാ ഒരു അഡീഷണൽ ട്രേഡ് കൂടെ ഒക്കെ എടുക്കാം. പക്ഷേ ഇങ്ങനെ ഒരു സൈഡ് വേസ് ആയിട്ട് ഇങ്ങനെ മൂവ്മെൻറ്റ് തരാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ ട്രേഡ് എടുക്കുന്നതിനോടൊരു പ്രത്യേകിച്ച് ലോജിക്കൊന്നുമില്ല. വെറുതെ നമ്മളെ ക്യാപിറ്റൽ ഇങ്ങനെ കുറഞ്ഞു പോകും. ഇപ്പം പണ്ട് വരെ പറഞ്ഞ മാതിരി നമ്മളൊരു PUBG ഒക്കെ കളിക്കുമ്പോൾ ചിലപ്പം ഞാൻ കളിച്ചിട്ടില്ല ഇതുവരെ, പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ യുദ്ധത്തിന് പോകുമ്പോൾ നമ്മൾ ഇതിൽ ആയുധം എത്ര ഉണ്ട് എന്നുള്ളത് ഒരു 10 ഉണ്ടേ ഉള്ളൂ എന്ന് കരുതാം തോക്കിൽ. പിന്നെ അത് റീലോഡ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുക. ഈ 10 ഉണ്ട 10 ട്രേഡിന് തുല്യമായിട്ട് കരുതിയാൽ മതി. അത് വെറുതെ കൊണ്ടിട്ട് കളയില്ലല്ലോ. അപ്പോൾ കറക്റ്റ് ട്രേഡ് കിട്ടുമോ നോക്കുക, അത് കിട്ടിയിട്ട് പോയാൽ വീണ്ടും കൊണ്ടിട്ട് അത് കളയാതിരിക്കുക, അത്ര ചെയ്യാൻ പറ്റുള്ളൂ മാർക്കറ്റിൽ. പിന്നെ ഏതെങ്കിലും അടുത്ത ദിവസം അല്ലെങ്കിൽ നെക്സ്റ്റ്, ഇതിപ്പോൾ ഫ്രൈഡേ ആണ്, ഫ്രൈഡേ മിക്കവാറും നമ്മൾ വീക്കെൻഡ് ഈ മാർക്കറ്റ് വീക്കെൻഡ് ലോസ് തന്നിട്ട് അടങ്ങുള്ളൂ എന്നാണ് തോന്നുന്നത്. സോ ഇത് ലോസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിനി നെക്സ്റ്റ് മൺഡേ മാർക്കറ്റ് എവിടെയും പോകില്ലല്ലോ, മാർക്കറ്റ് ഇനിയും ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പം ഇത് ഇപ്പം സ്റ്റോപ്പ് ലോസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ നേരെ ഇത് ക്ലോസ് ചെയ്യുന്നത് ഡേ, എന്നിട്ട് മൺഡേ, ഞാൻ മൺഡേ ദുബായിലാണ് ഉണ്ടാവുക. അപ്പം ആ സമയത്ത് പറ്റിയാൽ ഞാൻ മൺഡേ വരും, അപ്പോൾ കാണാം. ഇപ്പം ഞാൻ മോസ്കോയിലാണ് ഗൈസ്. ഏകദേശം ഗുഡ് നൈറ്റ് പറയാൻ സമയമായി. ഇത് ക്യാൻഡിൽ ഫോർമേഷനിൽ തന്നെ ഏകദേശം മനസ്സിലാവുന്നത്, ഇനി ഈവൻ ദോ ഇത് ഇവിടെ ക്ലോസ് ചെയ്താലും അടുത്ത ക്യാൻഡിൽ മുകളിലോട്ട് പോകാനൊരു ചാൻസ് ഉണ്ട്. ഇവിടെ എത്ര നേരം കിടന്ന് കളിച്ചതെന്ന് അറിയാം. 5 മിനിറ്റ് ക്യാൻഡിലാണ് 10, 20, 25 മിനിറ്റോളം ഈ റേഞ്ചിൽ നിന്നിട്ട് ബ്രേക്ക് ഔട്ട് പോലെയാണ് ഇപ്പം പോകുന്നത്.
പ്രീവിയസ് 15 മിനിറ്റ് ക്യാൻഡിൽ ഡോജി ടൈപ്പാണ്. അതായത് നമുക്കിതിപ്പം ഈ സ്റ്റോപ്പ് ലോസ് പോവും. സ്റ്റോപ്പ് ലോസ് പോയാലും ഇവിടെ ബൈയിങ് അടിക്കുന്നവരതൊക്കെ വീണ്ടും സ്റ്റോപ്പ് ലോസ് പോവാൻ ചാൻസ് ഉണ്ട്. കാരണം പ്രീവിയസ് ക്യാൻഡിൽ ഇൻഡിസിഷൻ പോലെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അടുത്ത ക്യാൻഡിലും നേരെ അതേപോലെ വിക്ക് മുകളിലൊക്കെ അടിച്ചിട്ട് ചിലപ്പം താഴോട്ടേക്ക് തന്നെ വരാനും ചാൻസ് ഉണ്ട്. ഈ ഒരു ലെവലിലോട്ട് തന്നെ വീണ്ടും വരാൻ ചാൻസ് ഉണ്ട്. ഇത് എത്രത്തോളം വിക്ക് അടിക്കും എന്നുള്ളത് നമുക്ക് ഐഡിയ ഇല്ല. എത്രത്തോളം മാർക്കറ്റിൽ ലിക്വിഡിറ്റി എടുക്കും അതിനനുസരിച്ചിട്ടായിരിക്കും മാർക്കറ്റിൽ വിക്സ് ക്രിയേറ്റ് ചെയ്യുക. ക്യാൻഡിൽ ക്ലോസിങ്ങിന് എപ്പോഴും ഏകദേശം 2 മിനിറ്റ് ഉണ്ട്. ഗോൾഡിൽ ശരിക്കും 2 മിനിറ്റ് വളരെ കൂടുതലാണ്. ഗോൾഡിൽ 10 സെക്കൻഡ് മതി സ്റ്റോപ്പ് ലോസ് ഒക്കെ അടിക്കാൻ. ഗോൾഡിൽ കറക്റ്റ് മൂവ്മെൻറ്റ് വരുന്ന സമയമാണെന്നുണ്ടെങ്കിൽ 10 സെക്കൻഡും വേണ്ട. ഇത്ര പോയിന്റ് ഗൈസ്, ഞാൻ ഇൻഫാക്റ്റ് ദുബായിലേക്ക് തിരിച്ചെത്തിയാൽ ഞാൻ കഴിയുന്നതും ഈ ടൈം അവോയ്ഡ് ചെയ്യും. ഇതിപ്പം ഞാൻ നിർബന്ധിതനായിട്ടിരിക്കുകയാണ് ഈ ഒരു ടൈമിൽ എനിക്ക് ട്രേഡ് ചെയ്യാൻ. വേറെ സമയം എനിക്കില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും ലേറ്റായിട്ട് ട്രേഡിൽ ഇരിക്കുന്നത്. ഇപ്പം ദുബായ് ടൈം 11:40 ആയി. ഇവിടെ നിങ്ങൾക്ക് ടൈം കാണാം. ഇത് ദുബായ് ടൈം സോണാണ്. ഇത് ഭയങ്കര ലേറ്റാണ്. ഈ സമയം ലേറ്റാണ്. ഓൾറെഡി മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റൊക്കെ നശിച്ചു പോകുന്ന ഒരു സമയമായിപ്പോയി. മൂവ്മെൻറ്റ്സ് ഉണ്ടാകുന്ന ടൈം, പിന്നെ ഒരു പക്ഷേ മൂവ്മെൻറ്റ് ഉണ്ടാകുന്ന സമയത്തിൽ ചിലപ്പോൾ ഇങ്ങനത്തെ വോൾറ്റൈൽ മൂവ്മെൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ട്രേഡിൽ തന്നെ ഔട്ടാവും ചെയ്യും. ഇത്ര നേരം ഒന്നും ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് 10-20 മിനിറ്റിൻ്റെ ഒക്കെ വീഡിയോ ഉണ്ടാവുള്ളൂ. ഞാൻ പെട്ടെന്ന് ഔട്ടായാൽ പെട്ടെന്ന് നമുക്ക് ക്ലോസ് ചെയ്തിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്ത് ഇതാക്കാൻ പറ്റും. പക്ഷേ ഇത് എന്താ പറയുക, ലോസ് വരാണെന്നുണ്ടെങ്കിലും പ്രോഫിറ്റ് വരാണെന്നുണ്ടെങ്കിലും 1-2 മണിക്കൂറിൻ്റെ വീഡിയോ ആവാണ്. ഒരു 2 മണിക്കൂറിനൊക്കെ മുകളിലോട്ട് പോവാണ്. കാരണം മാർക്കറ്റ് അങ്ങനെ കിടന്ന് നമ്മൾ ട്രേഡ് എടുത്തതിന് ശേഷം സൈഡ് വൈസ് ആയി, റോളർ കോസ്റ്റർ പോലെ ആയി. ഇപ്പം ഞാൻ കരുതിയത് ഈ ക്യാൻഡിൽ ഓൾമോസ്റ്റ് നമ്മളെ ലോസ് എടുക്കുന്നതാണ്. റോളർ കോസ്റ്റർ സത്യം പറഞ്ഞാൽ ആ സെയിം സംഭവമായി. ഇത് ഇനി മുകളിലോട്ട് വരാണെങ്കിൽ പക്കാ റോളർ കോസ്റ്ററായി. നമ്മളെ ഇമോഷൻസ് ഇങ്ങനെ മുകളിലോട്ടും താഴത്തേക്കും ആക്കുന്ന രീതിയിൽ. സീ ഗൈസ്, എന്താ പറയാ, ഈ ബിഗിനേഴ്സ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാനൊക്കെ ട്രേഡിൽ ഞാൻ ഒരുപാട് ഇനീഷ്യൽ ട്രേഡിൽ എനിക്ക് വന്നിട്ടുള്ള കുറേ അബദ്ധങ്ങളുണ്ട്.
അപ്പം ഞാനത് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഇതിൽ ബിഗിനേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കിത് അതിൻ്റെ മനസ്സിലാവും, ഇമോഷൻസ് മനസ്സിലാവും. ഇപ്പം മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത് കാണുമ്പോഴേക്കും ചിലപ്പം ഈ സെല്ലടിച്ചത് കട്ട് ചെയ്ത് വീണ്ടും ബൈ അടിക്കുക, പിന്നെ താഴത്തേക്ക് വരുന്ന കാണുമ്പോൾ അത് കട്ട് ചെയ്ത് സെല്ലടിക്കുക, അങ്ങനെ ഒരുപാട് ട്രേഡ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അത് സൈഡ് വേസ് മാർക്കറ്റിലായിരിക്കും. ഇതിപ്പോൾ സൈഡ് വേസ് ആയി ഓൾറെഡി. അപ്പോൾ നമ്മൾ അതിൽ കുറേ ഇങ്ങനെ ചെയ്ത് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാതെ ഒരുപാട് ചെറിയ ചെറിയ ട്രേഡ് എടുത്താൽ നേരത്തെ പറഞ്ഞ ഒരു ഉണ്ട തീരും. പിന്നെ കറക്റ്റ് നല്ല സമയം വരും, അതായത് ട്രേഡ് നമുക്ക് എടുക്കാൻ പറ്റുന്ന അവസരങ്ങൾ മാർക്കറ്റിൽ വരും. നമുക്ക് കറക്റ്റ് കോൺഫിഡൻസ് തരുന്ന കുറേ ട്രേഡുകൾ വരും മാർക്കറ്റിൽ. ആ സമയത്ത് തോക്കിൽ ഉണ്ടാവില്ല, അതായത് പൈസ ഉണ്ടാവില്ല അക്കൗണ്ടിൽ, ബ്ലോ ആയിട്ടുണ്ടാവും ഓൾറെഡി. അതല്ലെങ്കിൽ വളരെ ചെറിയ എമൗണ്ട് ആയിട്ടുണ്ടാവും അപ്പോഴേക്കും. ആ ഒരു റിസ്കിൽ ട്രേഡ് എടുക്കാൻ പറ്റാത്ത രീതിയിൽ. കാരണം ഓരോരോ സമയം നമ്മൾ അനാവശ്യമായിട്ട് കുറേ ട്രേഡ് എടുത്ത് കഴിഞ്ഞാലുള്ള പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. ഈവൻ ദോ എനിക്കും സംഭവിക്കാം, അതൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പം ഞാനിതിപ്പോൾ രണ്ടാമത്തെ ട്രേഡാണ്. ഞാൻ 2 ട്രേഡിൽ നിർത്തും. ഇനി മാക്സിമം 3 ട്രേഡാണ് ഞാനിതിൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഞാൻ നിർത്തും. അതിൽ നമുക്ക് 3 ട്രേഡിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ട്രേഡ് എടുക്കുന്ന ഒരു തരം റിവെഞ്ച് പോലെ ആവും. നമ്മളെ സൈക്കോളജി പിന്നെ കറക്റ്റ് ആവില്ല. എങ്ങനെയൊക്കെ നമ്മൾ തലകുത്തി മറിഞ്ഞ് ട്രേഡ് എടുത്താലും നമുക്ക് നമ്മളെ സൈക്കോളജി ഒരു റിവെഞ്ച് മോഡിലേക്ക് മാറും. അതുകൊണ്ട് 2 ട്രേഡ് അല്ലെങ്കിൽ 3 ട്രേഡിൽ കൂടുതൽ ഒരു സെഷനിൽ എടുക്കാതിരിക്കുക നിങ്ങൾ. ഒരു സെഷൻ മീൻസ് നിങ്ങളൊരു ഇപ്പം ഒരു നേരത്ത് വൈകുന്നേരത്തെ ട്രേഡിംഗ് സെഷനിലായിരിക്കുന്നെങ്കിൽ സമയത്ത് പിന്നെ എടുക്കാതിരിക്കുക, ബ്രേക്ക് കൊടുക്കുക. നിങ്ങൾ ഒരു കാരണവശാലും സൈക്കോളജി ഡിസ്റ്റർബ് ആവുന്ന രീതിയിൽ പോകരുത്. ഇപ്പം ഈ $10 പോയി എന്നുള്ള ലെവലിലാണ് ഞാനിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പം ഇത് നേരെ വന്ന് മാർക്കറ്റിൽ $10 പോയാലും നമ്മൾ $110 ക്ലോസ് ചെയ്യും, അത്രേ ഉള്ളൂ. അതിൽ വേറെ എന്താ പറയുക, ഒരുപാട് നമ്മൾ ചിന്തിച്ച് ഭയങ്കരമായിട്ട് ആയി പോയല്ലോ, $14 ഇന്ന് ലോസ് ആയല്ലോ. ഇത്രയും $10 നമ്മൾ ഇത്രയും ആക്കി കൊണ്ടുവന്ന. അപ്പം ഇനിയും ഇത് 1000 ട്രേഡിൽ ഒരു ട്രേഡായിട്ട് കണക്കാക്കി ലോസ് ട്രേഡായിട്ട് കണക്കാക്കും, ഇത്രേ ഉള്ളൂ. ഈ പണ്ടാറ ഇത് എന്താണ് മൂവ്മെൻറ്റ് തരാത്തതെന്നുള്ളതാണ്. കാരണം എനിക്ക് ആകെ ഒരു വിഷയമുള്ളത്, ഞാൻ പേഴ്സണലി ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ട്രേഡിൽ സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റും ഇട്ട് വെച്ചിട്ട് ഞാൻ അഥവാ ഇത്രയും ഡിലേ ആവാണെന്ന് ഞാൻ എൻ്റെ ഒരുപാട് പരിപാടികൾ കഴിക്കും. ഇവിടെയുള്ള അയണിങ്ങോ കാര്യങ്ങളോ ഡ്രസ്സിൻ്റെ വാഷിങ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ പരിപാടികളൊക്കെ ഞാൻ കഴിച്ചിട്ട് പിന്നെ വന്നിരിക്കും, പിന്നെ നോക്കും ചാർട്ട്. അപ്പോഴും ചിലപ്പോൾ മൂവ് തന്നിട്ടുണ്ടാവില്ല, ടേക്ക് പ്രോഫിറ്റും അല്ലെങ്കിൽ SLും അടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷേ നമ്മളിത് ലൈവിൽ ഇങ്ങനെ റെക്കോർഡിങ് ചാലു ആയതുകൊണ്ട് ഇരുന്ന് വാച്ച് ചെയ്തിരിക്കുകയാണ്. അല്ലെങ്കിൽ എനിക്കിത് ജസ്റ്റ് മൊബൈലിൽ മോണിറ്റർ ചെയ്താൽ മാത്രം മതി. അതായത് മൊബൈലിൽ മോണിറ്ററിങ് മീൻസ് നമ്മളിപ്പോൾ ട്രേഡ് എടുത്ത് ഇതിപ്പം എൻ്റെ മൊബൈലിൽ നിന്നും എനിക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പം എനിക്ക് ട്രേഡ് എടുത്ത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഭയങ്കര സ്ലോ മൂവിങ് ആണെന്നുണ്ടെങ്കിൽ ഈ ഇതൊക്കെ ക്ലോസ് ചെയ്ത് സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്തിട്ട് മൊബൈലിൽ ഇടയ്ക്കെടുത്ത് നോക്കിയാൽ കാണാം ഏതുവരെ പോയി എവിടെ എത്തി. അല്ലെങ്കിൽ ജസ്റ്റ് അലേർട്ട് ഇട്ട് വെച്ചാൽ ഏതെങ്കിലും മേജർ ലെവലുണ്ടെങ്കിൽ ആ ലെവലിലോട്ട് ഇവിടെ എവിടെയെങ്കിലും അലേർട്ട് ഇട്ട് വെച്ചിട്ട് ഇവിടുന്ന് ഭയങ്കര റിട്രേസ്മെൻറ്റ് വന്ന് തിരിച്ച് നമ്മളെ അഗെയിൻസ്റ്റ് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കോസ്റ്റിലേക്കൊക്കെ കൊണ്ടുവരാനോ അങ്ങനെയൊക്കെ മൊബൈലിൽ നിന്നും പറ്റും. ഇതിപ്പം ഗൈസ് എൻ്റെ കുറ്റമല്ല, ട്രേഡ് എടുത്ത പാട് മാർക്കറ്റ് സ്ലോ ആയി. എന്താ പറയുക, ഞാൻ ട്രേഡ് എടുക്കുന്നത് മാർക്കറ്റിന് മനസ്സിലാവുന്നുണ്ടോ എന്ന് സംശയമാണ്. ഇങ്ങനെ സൈഡ് വൈസ് ആവുന്ന
ഞാൻ ഇന്നലത്തെയൊക്കെ ട്രേഡ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എൻ്റെ ഇമോഷൻസിൻ്റെ എത്രത്തോളം നമ്മൾ അത് ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളത്. കാരണം നമുക്ക് ഓൾമോസ്റ്റ് $20 പ്രോഫിറ്റ് കാണിച്ചിരുന്നു ബിറ്റ് കോയിനിൽ. പക്ഷേ ബുക്ക് ചെയ്തിട്ടില്ല, കോസ്റ്റ് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി വന്നു. കാരണം നമ്മളൊരു ലെവൽ ഡിഫൈൻ ചെയ്തിരുന്ന ആ ലെവലിലോട്ട് വന്നില്ല. അപ്പം അത് നമ്മൾ ട്രേഡ് ചെയ്യാത്ത പോലെ കണക്കാക്കി. കാരണം ഇന്നലത്തെ സെഷൻ 10 ആയിരുന്നു, ട്രേഡിംഗ് സെഷൻ 10. ഇതിപ്പം 11th ട്രേഡിംഗ് സെഷനാണ് നമ്മളിത്. അപ്പം 10th ട്രേഡിംഗ് സെഷനിൽ ശരിക്കും നമ്മൾ $20 ഉണ്ടാക്കേണ്ടതായിരുന്നു. പക്ഷേ ഞാൻ കുറച്ചുകൂടെ റിസ്ക് റിവാർഡ് കൂട്ടി. ഞാൻ പറഞ്ഞല്ലോ $100 മുകളിലെത്തുമ്പോൾ ഞാൻ കുറച്ചൊരു റിസ്ക് റിവാർഡിൻ്റെ റേഞ്ച് കൂട്ടി. അപ്പം അതിനിപ്പം അഥവാ ഇത്ര ഒരു ഏരിയയിലോട്ട് കിട്ടുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാൻ 0.03 ട്രേഡ് എടുത്തത് കാരണം ഇവിടെ നിന്നൊക്കെ റിവേഴ്സിൽ വരാണെങ്കിലും നമുക്ക് ചെറിയ പ്രോഫിറ്റിലെങ്കിലും ബുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇതിപ്പോൾ 0.01 എടുത്തിട്ടുള്ളതെങ്കിൽ ഇത് $10 ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. മനസ്സിലായല്ലോ ഗൈസ്? പക്ഷേ ഇൻഫാക്റ്റ് ഇത് റിസ്ക് വരുന്നത് വെറും $3 ഒക്കെ ആയിരിക്കും. പക്ഷേ ഈ $10 വെച്ചിട്ട് നമ്മൾ നമ്മൾ $10 റിസ്ക് റിവാർഡ് വെച്ചിട്ട് ഇനിയും പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ ഇത് കോമ്പൗണ്ട് ചെയ്ത് കൊണ്ടുപോകാൻ ഭയങ്കര പ്രയാസമായിരിക്കും. നമ്മളെ ടാർഗറ്റ് അറിയാലോ നിങ്ങൾക്ക്. $10,000 ചാലഞ്ച് എന്നും പറഞ്ഞിട്ടാണ് ഞാനിരിക്കുന്നത്. സോ $10 $10,000 ആക്കാൻ പറ്റുമോ എന്നുള്ള ഇതിൽ ഇരിക്കല്ലേ. അപ്പം ഒരിക്കലും $10 $10,000 ഒറ്റയടിക്ക് ആക്കാൻ എന്തായാലും പറ്റില്ല. പക്ഷേ കോമ്പൗണ്ടിങ് ചെയ്താൽ പറ്റും. കോമ്പൗണ്ടിങ് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുതായിട്ട് നമ്മൾ റിസ്ക് ഭയങ്കര ഹ്യൂജ് അല്ല എങ്കിലും ചെറുതായിട്ടെങ്കിലും റിസ്ക് റിവാർഡ് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരണം. ക്യാപിറ്റൽ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട്. പിന്നെ റിസ്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ കഴിഞ്ഞ ട്രേഡിൽ, ഇന്നലത്തെ ട്രേഡിൽ ശരിക്കും എനിക്ക് $6 ഫസ്റ്റ് ട്രേഡിൽ ശരിക്കും $6 പോകേണ്ടതായിരുന്നു. അത് കോസ്റ്റ് കട്ടായി. രണ്ടാമത്തെ ട്രേഡിലും $6 പോകേണ്ടതായിരുന്നു. പക്ഷേ അത് കോസ്റ്റ് കട്ടായി. അത് നിങ്ങൾക്ക് ട്രേഡ് നോക്കിയാൽ ഇതിൻ്റെ തൊട്ട മുമ്പത്തെ ട്രേഡിംഗ് സെഷൻ 10 നോക്കിയാൽ മനസ്സിലാവും. കറക്റ്റ് ഫുള്ള് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് റിസ്ക് മാനേജ് ചെയ്തതാണ്. കാരണം 1:1 ഓൾമോസ്റ്റ് നമുക്ക് തന്നു ട്രേഡ്. പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ റിസ്ക് എടുത്ത് ഇങ്ങനെ ഇരിക്കുന്നതിനോണ്ട് അർത്ഥമില്ല. അതിനോണ്ടാണ്. പക്ഷേ അത് നമ്മൾ സേഫ്റ്റി ആയിരുന്നു, ഒരു സേഫ്റ്റി നെറ്റ് പോലെ വർക്ക് ചെയ്തു. കാരണം ഇന്ന് ട്രേഡ് ചെയ്യുമ്പോൾ ആ സെയിം 120 നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റി. ഈ റിസ്ക് എടുക്കാനും പറ്റി. ഇത്ര കഴിഞ്ഞ ട്രേഡിൽ നമുക്ക് $4 പോയി. ഈ ട്രേഡിൽ $10 വരെ $14 പോയി. അപ്പം നമുക്ക് $14 അറ്റ്ലീസ്റ്റ് ഇവിടുന്ന് ക്ലോസ് ചെയ്യാം. അത്ര അല്ലേ പോകുന്നുള്ളൂ എന്ന് വിചാരിക്കുക. ഇന്നലെയും ട്രേഡ് ആ ലോസിലാണെന്നുണ്ടെങ്കിൽ അതുകൂടെ നമ്മളെ മാനസികമായിട്ട് ഓക്കെ ഇന്നലെ അപ്പോൾ നമുക്ക് ലൂസിങ് സ്ട്രീക്ക് പോലെ ആവും. ഡെയിലി ലൂസ് ചെയ്യുന്ന ആ ഒരു സ്ട്രീക്ക് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ വരാം ഗൈസ്. എപ്പോഴും മനസ്സിൽ വെച്ചോ, നിങ്ങൾ ആര് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിലും ചില ദിവസങ്ങൾ നമുക്ക് കിട്ടൂല. പ്രോഫിറ്റ് കിണഞ്ഞ് മറിഞ്ഞാലും ചിലപ്പം പ്രോഫിറ്റ് കിട്ടൂല. നമ്മൾ എത്രയൊക്കെ ക്യാൻഡിൽസ് പാറ്റേൺസ് പഠിച്ചാലും ഇൻഡിക്കേറ്റേഴ്സിനെ പറ്റി പഠിച്ചിട്ടും മറ്റുള്ള പല സംഭവങ്ങളും ഡ്രോയിങ്സും കാര്യങ്ങളും ഫിബൊനാച്ചിയും ഇതൊക്കെ ചെയ്തിട്ടും നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ ചില സമയം നമുക്ക് പ്രോഫിറ്റ് കുറച്ച് നേരം കാണിക്കുമായിരിക്കും. പക്ഷെ പിന്നെ നമ്മൾ എഗെയിൻസ്റ്റ് പോകും. നമുക്ക് വിചാരിച്ച ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ പറ്റില്ല. അത് എപ്പോഴും ബുക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പം റിസ്ക് മാനേജ് ചെയ്യുക, അത്ര നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. റിസ്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ നോക്കുക. അതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെപ്പോഴും വിചാരിക്കുക, ലൂസിങ് സ്ട്രീക്ക് വരുന്ന സമയത്ത് റിസ്ക് മാനേജ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുക. പക്ഷേ റിവഞ്ച് എടുക്കാതിരിക്കുക. ട്രേഡിൽ നമ്മൾ ലൂസ് ചെയ്തു, ഒരു ദിവസം ലൂസിങ് സ്ട്രീക്ക് ഇങ്ങനെ പട്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്
വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ദിവസത്തിൽ കുറേ ലൂസിങ് ട്രേഡ് ചെയ്യാതിരിക്കുക. ഒന്നോ രണ്ടോ ലൂസിങ് ട്രേഡ് ചെയ്താൽ സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ ഒരു ബ്രേക്ക് എടുക്കുക. 2 ദിവസം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു ദിവസം പിറ്റേന്ന ദിവസം നോക്കുക. പിന്നെ ചാർട്ടേ നോക്കരുത് പിന്നെ അന്നത്തെ ദിവസം. ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ക്ലോസ് ചെയ്യുക, സിസ്റ്റം ക്ലോസ് ചെയ്യുക, പോവുക, സിസ്റ്റത്തിൽ നിന്ന് ഔട്ട് ചെയ്യുക. ഐ ഭണ്ഡാരം ഒരു മൂവ്മെൻറ്റ്, അതായത് ഒരു പ്രോപ്പർ മൂവ്മെൻറ്റ് തരുന്നില്ല. ഫുള്ളും ഡോജി പോലെ അല്ല. ഇപ്പം പ്രോപ്പർ മൂവ്മെൻറ്റ് പറഞ്ഞ ഉടനെ നമ്മൾ എഗെയിൻസ്റ്റാണ് മൂവ്മെൻറ്റ് പോകുന്നത് പ്രോപ്പറായിട്ട്. ഇവിടെ എന്തായാലും സ്ട്രോങ് ബൈയിങ് ഉണ്ട് എന്നുള്ളത് കൺഫേം ആയി. കാരണം ഇവിടുന്ന് ഇപ്പോൾ കുറേ നേരമായിട്ട് മാർക്കറ്റ് താഴത്തേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്, ഇതുവരെ പറ്റിയിട്ടില്ല. ഇത് സ്റ്റോപ്പ് ലോസ് ചില സമയം വിചാരിക്കും സ്റ്റോപ്പ് ലോസ് തന്നിക്കണമെങ്കിൽ പോയി കിടന്നുറങ്ങായിരുന്നു. ഫിഫ്റ്റീൻ മിനിറ്റ് എന്താ സ്ഥിതി? ഇവിടെ ഒരു ലൈന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ലൈനിൻ്റെ മുകളിലോട്ട് പോയി ക്ലോസ് ചെയ്താൽ നമുക്കിത് 100% സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും. നിങ്ങൾക്കിത് മനസ്സിലാവുന്നില്ലേ? ഇവിടെ ഒരു ലൈന് പോലെ അങ്ങനെ വരുന്നത്, ഒരു ചെറിയൊരു ട്രെൻഡ് ലൈന് പോലെ ഞാൻ ഡ്രോ ചെയ്തുതരാം. പക്ഷേ അതൊന്നും അങ്ങനെ എല്ലാ ട്രെൻഡ് ലൈനും മാർക്കറ്റിൽ വർക്കൗട്ട് ആയിക്കൊള്ളണമെന്നില്ല. ചിലത് വർക്കൗട്ട് ആവാറുണ്ട്. ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ കീപ്പ് ചെയ്യുന്നുണ്ട്. Does it make sense? I don't know. ഇതിൽ $10 പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം, അതായത് 1:1 റേഷ്യോ ഏതുവരെ വരും നോക്കാം. ഇവിടാണ് ഗൈസ് 1:1, ഇവിടാണ്. വൺ ഇസ്റ്റ് 3 ആണ് നമ്മളെ റിസ്ക് റിവാർഡ് റേഷ്യോ. എടുത്തു പോയില്ലേ റിസ്ക്, നോക്കാം.
ഞാനിപ്പോൾ ഒരു കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ ഈ ലൈവ് സ്ട്രീം പോകുന്ന ടീമിനെ കണ്ടിട്ടില്ലേ? ഈ ഞാൻ ചില സമയത്ത് യൂട്യൂബിൽ ഇങ്ങനെ ജസ്റ്റ് നമ്മൾ സെർച്ചിങ്ങിൽ കാണാറുണ്ട്. സെർച്ചിങ് അല്ല, നമ്മളെ യൂട്യൂബിൽ ഹോം സ്ക്രീനിൽ തന്നെ ചില സമയത്ത് ഇങ്ങനെ വരാറുണ്ട്. എന്താ പറയുക, ലൈവ് സ്ട്രീം ട്രേഡ് എന്ന് പറഞ്ഞിട്ട് അവർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള എന്തായിരിക്കും എന്നറിയില്ല. ട്രേഡിംഗ് വ്യൂ ഈ സംഭവം ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഷോർട്ട് പൊസിഷനോ അല്ലെങ്കിൽ ലോങ് പൊസിഷനോ ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഇത്രയും ചിലപ്പോൾ ഇത്രയൊക്കെ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇട്ടിട്ടുണ്ടാവും. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കും. അതായത് ഇങ്ങനെ ഇട്ടിട്ട് ആർക്ക് വേണമെങ്കിലും ലൈവ് പോകാൻ പറ്റും ഗൈസ്. ട്രേഡിംഗ് വ്യൂവിൽ വന്നിട്ട് ഇങ്ങനെ ഒരു വെച്ചിട്ട് ഏത് നൈസറി കുട്ടികൾക്കും, കാരണം ഒരു ഇമോഷൻസും ഉണ്ടാവില്ല. ഇത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇമോഷൻസ് ഇതിൽ വർക്കൗട്ട് ചെയ്യില്ല. ഇമോഷൻസ് വർക്കൗട്ട് ചെയ്യാൻ നമ്മളെ പൈസ ഇവിടെ കാണുമ്പോഴാണ്. പൈസ വെച്ചിട്ട് നമ്മൾ ശരിക്കും ട്രേഡ് എടുക്കുമ്പോഴാണ് നമുക്ക് എത്രത്തോളം റോളർ കോസ്റ്റർ നമ്മളെ ഇമോഷൻസ് ടെസ്റ്റഡ് ആവാന്നുള്ളത്. ഇപ്പം തന്നെ എനിക്കിത് പ്രോപ്പർ കോൺഫിഡൻസിലല്ല. ഇവിടെ എപ്പോഴും ഈ റേഞ്ച് ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളെ സൈക്കോളജിക്കലി മാക്സിമം ടെസ്റ്റ് ചെയ്യും നമ്മൾ ഈ പൈസ വെച്ചിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ. നമ്മളെ പൈസയിൽ നമ്മൾ ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മളെ സൈക്കോളജി ടെസ്റ്റഡ് ആവുക. അല്ലാതെ നമ്മൾ ഈ പേപ്പർ മണിയോ അല്ലെങ്കിൽ പേപ്പർ ട്രേഡോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്തിട്ട് ട്രേഡിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡെമോ ട്രേഡ് ചെയ്യുകയാണെങ്കിലും, ഇതിൽ ഡെമോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ബൈ ദ വേ ഇതിലല്ലോ. ഞാനിതുവരെ ഡെമോ ട്രേഡിൽ എടുത്തിട്ട് ട്രേഡ് ചെയ്തിട്ടില്ല ഗൈസ്. കാരണം ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്. മുമ്പ് ഒരുപാട് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ബാക്ക് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ അതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ഒരു റൂൾസ് സെറ്റ് ചെയ്തു. ഇപ്പം 920 EMI ആണ് എൻ്റെത്. ഈ 920 EMI ഏതൊക്കെ ഏരിയയിൽ നമുക്ക് വർക്കൗട്ട് ആവും, എത്ര റിസ്ക് ഏകദേശം എടുക്കാൻ പറ്റും 920 EMI വെച്ചിട്ട് നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ, അങ്ങനത്തതൊക്കെ നമ്മൾ കുറേ മുമ്പത്തെ ഡാറ്റ ട്രേഡിംഗ് വ്യൂവിൽ പോയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ തന്നെ മുമ്പത്തെ കുറേ ഡാറ്റ പോയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഡെമോ ട്രേഡ് അല്ല, എത്ര വർക്കിംഗ് അത് തരുന്നുണ്ട്, എത്ര ഏകദേശം നമുക്ക് റിസ്ക് റിവാർഡ് കിട്ടും, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. അതല്ലാതെ നമ്മൾ ഈ എന്താ പറയുക, എനിക്ക് ഡെമോ ട്രേഡിങ് ചെയ്യുന്നതിനോണ്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്തെങ്കിലും ഗുണമുണ്ട് എന്നുള്ളത്. നമുക്ക് ഒരു ഇമോഷനും ഉണ്ടാവില്ല. നമ്മൾ തോന്നിയ പോലെ ട്രേഡ് എടുത്താലും നമുക്കൊന്നും എന്താ പറയുക, സീറോ ഇമോഷൻസ് ആയിരിക്കും. ഇതിലിപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും എനിക്ക് കോൺഫിഡൻസ് ആയിട്ടില്ല. ഇവിടുന്ന് തന്നെ ഞാൻ $10 മാർക്കറ്റിന് കൊടുത്തതായിട്ട് വിചാരിച്ചതാണ്. ഇപ്പോഴും $10 മാർക്കറ്റിന് ഇൻഫാക്റ്റ് കൊടുത്ത പോലെ തന്നെയാണ് എൻ്റെ മൈൻഡ്. കാരണം ഇപ്പോഴും ഇത് കൺഫേം ആയിട്ടില്ല. ഈ ലൈനിൻ്റെ താഴോട്ടേക്ക് വരാത്തിടത്തോളം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇവിടുന്ന് റിജക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മാർക്കറ്റിൽ ഒരിക്കലും നമുക്ക് പക്ക കോൺഫിഡൻസ് ആവണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് താഴെ ക്ലോസിങ് തരണം പ്രോപ്പർ. എന്നിട്ട് അഥവാ റീട്രേസ്മെൻറ്റ് വരാണെങ്കിൽ റീട്രേസ്മെൻറ്റ് ഈ 9 EMI വന്ന് തിരിച്ചിറങ്ങണം. 9 EMI മുകളിൽ വീണ്ടും പോയിട്ട് ക്ലോസ് ചെയ്താൽ ഇപ്പോഴും ചാൻസസ് ആണ് നമുക്ക് ഈ $10 പോകുന്നുള്ളത്. ഇൻഫാക്റ്റ് ഇനി ഇതിപ്പോൾ എൻ്റെ റൂൾസ് പ്രകാരം ഇത് 1:1 ആയി ഓൾറെഡി. ഞാൻ ഒരു റൂൾസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതിൽ എനിക്ക് മാനസികമായിട്ട് താല്പര്യമില്ലാത്ത സംഭവമാണ് 1:1 റേഷ്യോയിൽ നമുക്ക് ഓൾറെഡി പ്രോഫിറ്റ് കാണിച്ചാൽ പിന്നെ അത് റിവേഴ്സിൽ വരുമ്പം റിവേഴ്സൽ എടുക്കാന്നുള്ളത്, ലോസിൽ എടുക്കാന്നുള്ളത് എനിക്ക് താല്പര്യമില്ലാത്ത സംഭവമാണ്. നമുക്ക് നോക്കാം ഇത് എത്രത്തോളം, അഥവാ റിവേഴ്സൽ വരാണെങ്കിൽ എത്രത്തോളം വരുന്നുള്ളത് നോക്കാം, അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം. ഈവൻ 15 മിനിറ്റിലും ഇവിടെ ഈ ക്യാൻഡിൽസ് കണ്ടില്ല നിങ്ങൾ, ഇവിടെ റിയാക്ഷൻ ഉണ്ടാവുന്നത് ഈ ഒരു സപ്പോർട്ടാണ് ഏരിയയാണ് ഇവിടെ. അത് ബ്രേക്ക് ഡൗൺ ചെയ്യണം. എങ്കിൽ
വീണ്ടും സപ്പോർട്ടുണ്ട്, അതിൻ്റെയും താഴെയും സപ്പോർട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ക്രൂഷ്യലാണ് ഗൈസ്, ഒന്ന് ഇറങ്ങി വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്രൂഷ്യൽ ഏരിയ ആണ്. കിട്ടുമോ എന്നുള്ളത് ഉറപ്പില്ല. വീക്കെൻഡ് ആയിട്ട് തരുമോ അറിയില്ല. ഫ്രൈഡേ ആണ്, അപ്പോൾ വീക്കെൻഡ് ബേസ് ചെയ്തിട്ട് പ്രോഫിറ്റ് തന്നു പോവോ? ഫൈവ് മിനിറ്റ് ക്ലോസിങ്ങിന് 30 സെക്കൻഡ് ബാക്കി. ഗൈസ് ഞാൻ ഡ്രസ്സെല്ലാം ഫോൾഡ് ചെയ്ത് വെക്കാണ്. സൺഡേ ഞാൻ ദുബായിക്ക് തിരിക്കും. ഫൈവ് മിനിറ്റിൽ നല്ല ക്യാൻഡിൽ ക്ലോസിംഗ് ആണ് തന്നിട്ടുള്ളത്. ബട്ട് 15 മിനിറ്റിൽ ഇപ്പോഴും ക്ലോസിങ് തന്നിട്ടില്ല. മിക്കവാറും 15 മിനിറ്റിൽ ചതിക്കാൻ ചാൻസ് ഉണ്ട് ഇത് മുകളിൽ പോയിട്ട് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ത്രീ മിനിറ്റിൽ നമുക്കൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കാം. 3 മിനിറ്റിൽ ക്യാൻഡിൽസ് കുറച്ചുകൂടെ സൈക്കോളജി നമുക്ക് ഡിസ്റ്റർബ് ആവും ഷോർട്ടർ ടൈം ഫ്രെയിമിലോട്ട് പോകുന്തോറും. ഈ ഏരിയ ഡേഞ്ചറാണ്. ഇതൊന്ന് ബ്രേക്ക് ചെയ്ത് കിട്ടിയാൽ ഈ ഏരിയ ഒന്ന് ബ്രേക്ക് ചെയ്ത് ക്ലോസിങ് കിട്ടണം. എന്നാൽ അടുത്തത് ഈ ഏരിയ ആണ്.
ബ്രേക്ക് ചെയ്യേണ്ടതാണ്. ബട്ട് മാർക്കറ്റ് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നോ ഐഡിയ. (1:1) ആണ് ട്രേഡ് ഇപ്പം ഗൈസ്. ഞാൻ കോസ്റ്റ് കൊണ്ടുവരണമെന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷേ വേറൊരു ചാൻസ് എന്താണെന്ന് വെച്ചാൽ ഈ ട്രേഡിൽ ഒരു പ്രശ്നം, ഇത് ചിലപ്പം വീണ്ടും ഇത് ടെസ്റ്റ് ചെയ്യാൻ വരും. ഇവിടോട്ട് ടെസ്റ്റ് ചെയ്യാൻ വരും. ഇവിടുന്ന് അഥവാ റിജക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ സപ്പോർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും ഈ ലൈൻ ടെസ്റ്റ് ചെയ്യും. കമോൺ ഗോൾഡ്. ഓട്ട താഴോട്ടേക്ക്. ഓഫ് റിജക്ഷൻ. സപ്പോർട്ട് എടുക്കുകയാണ് ഗൈസ്. ഓപ്സ്, എന്താ സംഭവിച്ച? ഈ റെഡ് ക്യാൻഡിൽ എൻഗൾഫ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലെവലിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഈ ലെവൽ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇന്റർനെറ്റിന് സ്ലോ കാണുന്ന സമയം ഗൈസ്, ഇത് എക്സനസിന് അത്യാവശ്യം നല്ല ഫാസ്റ്റ് വേണം തോന്നുന്നു. ഇവിടെ ഹോട്ടലിലുള്ള വൈഫൈ ആണ്. വർക്കിംഗ് തന്നെ ഇങ്ങനെയൊക്കെ ആണ് കിട്ടുന്നത്. മൊത്തത്തിൽ പോയി എന്നാണ് തോന്നുന്നത്. ട്രേഡിൽ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ വക ഈ ഗ്ലിച്ച് വരുമ്പോഴേ, നെറ്റ് സ്ലോ ആവുക അങ്ങനത്തെയൊക്കെ വരുമ്പോൾ കുറച്ച് പേടിയാണ്. കാരണം നമ്മളെ സ്റ്റോപ്പ് ലോസ് ഏറ്റവും ഹിറ്റ് ചെയ്യാതെ മുകളിലോട്ട് ഒക്കെ പോയി കഴിഞ്ഞാൽ, വോളറ്റൈൽ മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ മൊത്തത്തിൽ പോയി കിട്ടും. ക്യാപിറ്റൽ നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയ മൊത്തം പോയി കിട്ടും. അതിന് മാത്രം സമയമൊന്നും വേണ്ട. പ്രത്യേകിച്ച് ഗോൾഡാണ്. ഗോൾഡിൽ ന്യൂസൊക്കെ ഉണ്ടാകുമ്പോഴുള്ള മൂവ്മെൻറ്റ്സ് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ന്യൂസ് ട്രേഡിങ് ചെയ്യാതിരിക്കുക ഗൈസ്, കാരണം ഭയങ്കര ഡേഞ്ചറാണ്. Three more minutes for 15-minute candle closing. ഒരു നീറ്റ് ക്യാൻഡിൽ താഴോട്ടേക്ക് ക്ലോസിങ് തരണം. നമുക്ക് ഇൻഫാക്റ്റ് ഇന്ന് നഷ്ടപ്പെട്ട 4 ഇപ്പം ആണെങ്കിൽ തിരിച്ചു പിടിക്കാം. ഞാൻ ഇന്ന് നഷ്ടപ്പെട്ട 4 വേണമെങ്കിൽ തിരിച്ചു പിടിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്.
ഇത് പാർഷ്യൽ ക്ലോസിങ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കാണിച്ചു തരാം പാർഷ്യൽ ക്ലോസിങ് എങ്ങനെ ചെയ്യേണ്ടതെന്ന്. എനിക്കറിയാം ഇതൊരു കുട്ടിക്കടയാണ് കളിക്കാൻ പോകുന്നത്, പക്ഷേ ജസ്റ്റ് ടു ഷോ യു ഗൈസ്. 01 കണ്ടോ, ഇപ്പോൾ കാണിക്കും നമ്മളിപ്പം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പ്രോഫിറ്റ് ഉണ്ടാവും എന്നുള്ളത്. 01 ഇപ്പം വേണമെങ്കിൽ ക്ലോസ് ചെയ്താൽ $4 ലാഭം ഉണ്ടാവും, വിച്ച് ഈസ് അവർ ലോസ് ഇൻ ഏർലിയർ ട്രേഡ്. പക്ഷേ ഒരു ഭീരുത്വപരമായിട്ടുള്ള ഏർപ്പാടാണ് ഇടയിൽനിന്നും ലോട്ട് ബുക്ക് ചെയ്യാന്നൊക്കെ പറയുന്നത്. സോ നിങ്ങളിടയിൽ എൻ്റെ മാനം പോവാതിരിക്കാൻ വേണ്ടി ഞാൻ ബുക്ക് ചെയ്യണില്ല. ഗോൾഡിലെ ചതിക്കല്ലേ, മാനം കാക്ക്. ഇവിടുന്ന് 2 ലോട്ട് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഓൾമോസ്റ്റ് $10 ബുക്ക്ഡാവും. പിന്നെ ബാക്കി ഹോൾഡ് ചെയ്തിരിക്കും. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇത് എനിക്കൊരു വിശ്വാസം പോരാ. സോ ഐ ജസ്റ്റ് ബുക്ക്ഡ് ഓൾമോസ്റ്റ് $10. ഇനി ഞാൻ മുകളിലോട്ട് വന്നിട്ട് ഈ ലൈനില്ലേ, ഈ ബ്ലൂ ലൈൻ, അത് വീണ്ടും ബ്ലൂ ലൈനിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് വീണ്ടും ഞാൻ സെല്ല് ചെയ്യും. ഓക്കെ, കാരണം എനിക്ക് ഈ ഏരിയ ഒരു ഒരു കൺഫർമേഷൻ ഇല്ലാത്ത പോലെ. അപ്പോൾ അറ്റ്ലീസ്റ്റ് $20 മതി എന്ന് വിചാരിക്കുകയാണ്. ഇതിപ്പം ഇനി ടാർഗറ്റ് മീറ്റ് ചെയ്യുകയാണെങ്കിലും $20 കിട്ടും. ഇപ്പം നമ്മൾ $10 അടുത്ത് ബുക്ക് ചെയ്ത് ഒരു $10 കൂടെ കിട്ടും. അതല്ലെങ്കിൽ ഇത് മുകളിലോട്ട് വന്ന് ഇവിടുന്ന് വീണ്ടും റിജക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ വീണ്ടും 0.02 ഇവിടെ റെഡിയാക്കി വെക്കാം, സെല്ല് ചെയ്യും. ഓക്കെ, കാരണം ഇത് ബ്രേക്ക് ഔട്ട് പോലെ കാണിച്ചിട്ട് സെല്ലേഴ്സിനെ ഇപ്പോൾ ഇൻവൈറ്റ് ചെയ്തു. ഇനി അവരെ മൊത്തം എക്സിറ്റ് ചെയ്യിപ്പിക്കും ഇവിടുന്ന് ക്യാൻഡിൽ അടിച്ചിട്ട്. അങ്ങനെയാണ് മാർക്കറ്റിൽ മിക്കവാറും ഉണ്ടാവാറ്. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ് ഗെയിം. ആ ഗെയിം വർക്കൗട്ട് ആവുകയാണെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ഇവിടെ വെച്ചിട്ട് വീണ്ടും സെൽ എക്സിക്യൂട്ട് ചെയ്യും. അതിനിപ്പോൾ വർക്കൗട്ട് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ $3.59 പോവും. ഓവറോൾ കോസ്റ്റ് തന്നെ നമ്മൾ ഇന്ന് ഔട്ടാവും മാർക്കറ്റിൽ നിന്ന്. നേരത്തെ 4, ഇപ്പം 4, $8, $2 പ്രോഫിറ്റിൽ ഔട്ടാവും. സോ അറ്റ്ലീസ്റ്റ് ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്തെന്നെങ്കിലും നമുക്ക് സമാധാനം ഉണ്ടാവും. പക്ഷേ ഇവിടുന്ന് റിജക്ഷൻ വരാണെങ്കിൽ ഉറപ്പാണ് ബയസ്, ഞാൻ വീണ്ടും സെൽ സൈഡിലോട്ട് തന്നെയാണ് എൻ്റെ ബയസ്. കാരണം സ്ട്രോങ് ക്യാൻഡിലാണ് 1 hourലൊക്കെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇത് 1 hourൽ 9 AM ടെസ്റ്റ് ചെയ്തു. അങ്ങനൊരു ഡേഞ്ചർ ഉണ്ട്. 1 hourൽ 9 AM ടെസ്റ്റ് ചെയ്ത് ഗൈസ്. ഇൻഫാക്റ്റ് ഇവിടുന്ന് ബൈങ് അടിച്ചാലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 1 hourൽ അഥവാ ബൈങ് വരാണെന്നുണ്ടെങ്കിൽ, പക്ഷെ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യേണ്ടതാണ്. ഇതൊരു FEG ഗ്യാപ്പാണ് ഗൈസ്. നിങ്ങൾക്ക് FEG ഗ്യാപ്പ് എന്താണെന്ന് അറിയെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. FEG ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് 20 AM വരെ വരേണ്ടതാണ്. പക്ഷെ ആ ഗ്യാപ്പ് 30 മിനിറ്റിലില്ല.
ലെറ്റ്സ് ഗോ. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പ്രോഫിറ്റിൻ്റെ 70% നമ്മൾ ഒരു ലെവലിൽ നിന്ന് ബുക്ക് ചെയ്തു. നെക്സ്റ്റ് ഇപ്പോഴും ഞാനവിടെ അതായത് ഇപ്പോൾ 0.01 ഇപ്പോഴും റണ്ണിങ് ആണ് ഫുൾ ടാർഗറ്റിന് വേണ്ടിയിട്ട്. ചെയ്തതിൻ്റെ ബിഹൈൻഡ് ലോജിക്ക് ഞാൻ പറഞ്ഞു. ഇവിടെ ഓൾറെഡി ഒരു ഡോജി തന്നു ക്യാൻഡിൽ, പിന്നെ ഒരു ഇൻഡ്യൂഷൻ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇത് അഥവാ ഇനി റിവേഴ്സിൽ വരാണെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും ഈ ഒരു ലെവലിലോട്ട് വരും. അപ്പോൾ അത് ആലോചിച്ചിട്ടാണ് ഇന്ന് ട്രേഡ് 70% ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതായത് ഇത് TP1 ആയിട്ട് കണക്കാക്കിയാൽ മതി. TP1 TP2. അറ്റ്ലീസ്റ്റ് നമ്മൾ $10 റിസ്ക് ഉണ്ടായിരുന്നു ഈ ട്രേഡിൽ. അതിപ്പോൾ $4, $3.5 ആയിട്ടുണ്ട്. എന്നെ സമാധാനിക്കാം. ഇവിടുന്ന് സ്ലോ ആയി മാർക്കറ്റ്. ഞാൻ എക്സാക്റ്റ് ഈ ലെവലിൽ നിന്നാണ് TP1 എടുത്തിട്ടുള്ളത്. ഓക്കെ, ഷാർപ്പ് ഇവിടെ നിന്ന് എടുത്തിട്ടുള്ളത്. മാർക്കറ്റ് ലിക്വിഡിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും മുകളിലോട്ട് വരേണ്ടതാണ്. ഇവിടുന്ന് ഇനിയും താഴത്തേക്ക് പോകുന്നതിലൊരു അങ്ങനെ മൂവ് ചെയ്യാറില്ല മാർക്കറ്റ്. മിക്കവാറും ബാക്കിയുള്ളവരെ ലിക്വിഡിറ്റി ഒക്കെ എടുത്തിട്ടാണ് മൂവ് ചെയ്യാറ്. അല്ലെങ്കിൽ ഈ വന്ന സെല്ലേഴ്സിൻ്റെ മൊത്തം ലിക്വിഡിറ്റി മൊത്തത്തിൽ മുകളിലോട്ട് പോയിട്ട് അതിനും ചാൻസ് ഉണ്ട്. ലെറ്റ്സ് സീ. ചില സമയത്ത് നമ്മളെ മൈൻഡിൽ നമുക്ക് ഇൻഡ്യൂഷൻസ് വരും. നമ്മളെ മൈൻഡ് ഒരു ഗട്ട് ഫീലിംഗ് തരും. ഓൾറെഡി നാച്ചുറലാണ്, അതെല്ലാം നാച്ചുറലായിട്ട് നമുക്ക് കുറേ കാലം നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അതിൽ വിശ്വസിക്കുക, എന്നിട്ട് അതിനനുസരിച്ച് ആക്ട് ചെയ്യുക. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് നമ്മളെ ഇതാക്കുന്ന രീതിയിലാവും. ഓവർ ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതല്ല. അത് നമ്മൾ പിന്നീട് അത് എന്താവുമെന്ന് വെച്ചാൽ നമ്മൾ കംപ്ലീറ്റ് മെൻ്റലി നമ്മൾ സ്ട്രെസ്ഡ് ഔട്ട് ആവും. കാരണം എന്ത് ചെയ്തിട്ടും നമുക്ക് പ്രോഫിറ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ, അങ്ങനെയൊക്കെയുള്ള സ്ട്രെസ് ഫീലിംഗ് വരും. അപ്പം നമുക്ക് ഇൻഡ്യൂഷൻസ് ചില സമയത്ത് മാർക്കറ്റ് തരും. സ്ലോ ഡൗൺ ആയി ക്യാൻഡിൽ ക്രിയേഷൻ്റെ ഒക്കെ പാറ്റേൺ കാണുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ട് ആക്ട് ചെയ്താൽ നല്ലതാണ്. ഞാൻ ഈ ഒരു ലെവൽ വരെ വരാൻ വെയിറ്റ് ചെയ്യും. അറ്റ്ലീസ്റ്റ് ഈ നമ്മളെടുത്ത ട്രേഡിൻ്റെ ലെവൽ വരെ എങ്കിലും വരണം. ത്രീ മിനിറ്റിലൊക്കെ ഇത് ബ്രേക്ക് ഔട്ടാണെന്ന് കരുതിയിട്ട് ട്രേഡ് ചെയ്തവരതൊക്കെ ഇപ്പം ലിക്വിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ്.
ഇതുണ്ടോ ഇവിടെ ഈ ലൈന് വെള്ള ലൈന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതായത് ഇത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ കണ്ടോ 3 മിനിറ്റിൽ അത് നേരെ ബ്രേക്ക് ഔട്ട് തന്ന മാതിരിയാണ് ക്ലോസ് ചെയ്ത്. എന്നിട്ട് പിന്നെ അടുത്ത ക്യാൻഡിൽ നേരെ താഴത്തേക്ക് പോകുന്ന മാതിരി കാണിച്ചു. അവിടുന്ന് ഫോമോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ട്രേഡേഴ്സ് മൊത്തം അവിടുന്ന് സെല്ലടിച്ചിട്ടുണ്ടാവും. ഇവിടെ നിന്ന് കിട്ടാത്തവർ ഇവിടെ നിന്ന് ഇങ്ങനെ സെല്ലടിച്ചിട്ടുണ്ടാവും. അതൊക്കെ ലിക്വിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും മാർക്കറ്റ്. അവരൊക്കെ ഇപ്പോൾ ലോസ് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കും. ആ ലോസ് ബുക്ക് ചെയ്യുന്നതിനനുസരിച്ച് ബൈങ് കൂടി പോകും ഇവിടുന്ന്. ഇനി ഇവിടുന്ന് സെല് ചെയ്യുന്നവരുണ്ടാവും ഈ ഒരു ലെവൽ നോക്കിയിട്ട് പ്രീവിയസ് റെസിസ്റ്റൻസ്. അപ്പം ബിഗ് പ്ലെയേഴ്സ് ആണെങ്കിൽ ഈ പ്രീവിയസ് റെസിസ്റ്റൻസ് തന്നെ വീണ്ടും താഴത്തേക്ക് വരേണ്ടതാണ്. അതല്ല ബിഗ് പ്ലെയേഴ്സ് ഇവിടെ ഇല്ല, ഇവിടെ മാത്രമേ ഉള്ളുന്നുണ്ട്. ഇവിടെ ബിഗ് പ്ലെയേഴ്സ് ഉണ്ട് എന്തായാലും, ഈ ഏരിയയിലോട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടുന്ന് മുകളിലോട്ട് പോകാൻ സമ്മതിക്കാൻ സെല് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അവർ. അപ്പം അവർക്കിത് വീണ്ടും കുറച്ചുകൂടെ ഹൈ പ്രൈസിൽ വീണ്ടും സെല്ലിങ് ചെയ്യാൻ പറ്റും. ഇത് മുകളിലോട്ട് കയറി വരാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സെല്ലേഴ്സിന്. ഫൈവ് മിനിറ്റ് സി ഗൈസ്, എത്ര നൈസ് ഡിസിഷൻ ആയിരുന്നു ആ അറ്റ്ലീസ്റ്റ് $10 അടുത്ത് നമ്മൾ ബുക്ക് ചെയ്തില്ലേ. ചില സമയത്ത് മാർക്കറ്റിൽ അങ്ങനെ നമുക്ക് ഗഡ് ഫീലിംഗ് വരുമ്പോൾ അത് ചെയ്യുക ഗൈസ്. അതിൽ പിന്നെ വേറെ ആലോചിച്ചിരുന്നൊരു കാര്യമില്ല. പിന്നെ നമ്മളെ ഡയറക്ഷനിൽ പോകുമ്പോൾ വീണ്ടും എടുക്കാമല്ലോ. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ വേറൊരു സംഭവം കൂടി പറഞ്ഞുതരാം. ഇതിപ്പോൾ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇങ്ങനെ ഭയങ്കര സ്ട്രെങ്ത്തിൽ ക്ലോസ് ചെയ്തു. സെൽ സൈഡിലോട്ടാണെന്നുണ്ടെങ്കിൽ EMA ടച്ച് ചെയ്തിട്ട് ക്ലോസ് ചെയ്തതാണെങ്കിലും ഈ കറക്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം EMAയുടെ കുറച്ച് മുകളിലോട്ടാണ് ഇത് ക്ലോസിങ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ചൊരു റീട്രേസ്മെൻറ്റ് വന്ന് വീണ്ടും കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ അങ്ങോട്ട് കയറിയിട്ട് ഇത് ചെയ്യാൻ നിൽക്കരുത്. ഞാൻ ഇവിടെ നിന്നൊക്കെ ട്രേഡ് എടുത്തിട്ടുള്ളത് തന്നെ EMAയുടെ താഴെ കറക്റ്റ് ക്ലോസിങ് തന്ന് അടുത്ത ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ക്ലോസിങ്ങിലാണ് ഞാൻ ഇവിടുന്ന് അത് ഏകദേശം താഴത്തേക്ക് പോകുന്ന കണ്ടിട്ട് EMAയുടെ താഴത്തേക്ക് പോകുന്ന കണ്ടിട്ടാണ് ഞാൻ ട്രേഡ് എടുത്തിട്ടുള്ളത്. അപ്പം അത് കൂടാതെ 15 ലോങ് ടൈം ഫ്രെയിമിൻ്റെ EMA ഒക്കെ ഇത് കണ്ടോ ഈ ഒരു ലെവലിലായിരുന്നു ക്ലോസിങ്. അപ്പോൾ ആ ഒരു കൺഫർമേഷനിലാണ് ട്രേഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ട്രേഡ്സ് ഒഴിവാക്കുക. അങ്ങനെ ഇൻറ്റ്യൂഷൻ വന്നിട്ട് ഒരുപാട് ട്രേഡ്സ് എടുക്കുന്ന ഒഴിവാക്കുക. 3 മിനിറ്റിൽ ഇപ്പോൾ 20 EMA ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 20 EMAയും ബ്രേക്ക് ഔട്ട് ആവാനാണ് ചാൻസ്. ഈ ലെവലിലോട്ട് വരാനാണ് ചാൻസ്. ഈ ലെവലിലെത്തി ഞാൻ ഒന്നുകൂടെ സെല്ലടിക്കും. കുറച്ചുകൂടെ മുകളിലോട്ട് വരുമോ നോക്കാം നമുക്ക്. ഇൻഫാക്റ്റ് ഇത് ഇപ്പം തന്നെ ഞാൻ താഴത്തേക്കും കൂടെ വരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബൈ അടിക്കാം ഈ ലെവൽ വരോട്ട്, ഈ ഒരു ലെവൽ വരെ. കാരണം ഇത് 3 മിനിറ്റിൽ ക്ലോസ് ചെയ്തു, പ്രോപ്പർ ക്ലോസിംഗ് ആണ് മുകളിൽ EMAയുടെ മുകളിൽ. പിന്നെ 5 മിനിറ്റിൽ എന്താ നോക്കാം 5 മിനിറ്റിൽ റിയാക്ഷൻ എങ്ങനെ വരുന്നത്. 3 മിനിറ്റിൽ EMAയുടെ മുകളിൽ ക്ലോസിങ് തന്ന സ്ഥിതിക്ക് 5 മിനിറ്റിൽ ഇത് മിക്കവാറും ചെറിയൊരു റീട്രേസ്മെൻറ്റ് തന്നിട്ട് വീണ്ടും മുകളിലോട്ട് പോകാനും തന്നെയാണ് ഇപ്പോഴും ചാൻസ് ഗൈസ്. പക്ഷേ ഇവിടെ സ്ട്രോങ് സെല്ലിങ് കണ്ടിന്യൂസ് വരാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിന്
നേരെ ഇത് എൻഗൾഫ് ചെയ്ത് താഴത്തേക്ക് പോവുള്ളൂ. ചില സമയത്ത് മാർക്കറ്റിൽ എപ്പോഴും ലെവൽസ് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇൻഫാക്റ്റ് ഞാൻ ഈ ട്രേഡ് കൂടെ ക്ലോസ് ചെയ്യാണ്. എന്നിട്ട് ഇവിടെ ട്രേഡ് കിട്ടുകയാണെങ്കിൽ ഒരു ബൈയിങ് സൈഡിലോട്ട്, ഇവിടോട്ട് കിട്ടുകയാണെങ്കിൽ ഒരു ബൈയിങ് സൈഡിലോട്ട് ഇവിടെ വരെ ടാർഗറ്റ്. ഈ ലെവൽ ഞാൻ സെല്ലിംഗ് ആണ് ഗൈസ്. ഈ ലെവൽ, ഈ ലൈനിൽ ഞാൻ സെല്ലിംഗ് ആണ്. പക്ഷേ ഇത് താഴോട്ടേക്ക് ഇപ്പോഴേ വന്നിട്ട് വീണ്ടും സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഫാസ്റ്റ്ലി ഈ ലെവൽ ടച്ച് ചെയ്യും. ബട്ട് നമ്മൾ ഏകദേശം മാർക്കറ്റ് ക്ലോസിങ്ങിൻ്റെ ഒക്കെ സമയമായി തുടങ്ങി. വീക്കെൻഡുമാണ്. അഥവാ ഇവിടുന്ന് മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചെറിയൊരു ടാർഗറ്റിന് വേണ്ടി എടുക്കില്ല. ഞാൻ ഇവിടുന്ന് തന്നെ സെൽ ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യും. ബൈങ് പോകേണ്ടതാണ്, ഈ ലൈൻ വരെ പോകേണ്ടതാണ് ഗൈസ്. ആസ് പെർ മാർക്കറ്റ് പാറ്റേൺ അങ്ങനെ പോകേണ്ടതാണ്. ഇൻഫാക്റ്റ് ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അല്ലെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്തിട്ട് ഇത് പാരലൽ ലൈനാണോ നോക്കാം. ദിസ് ഗൈസ് പാരലൽ ലൈനാണ്. മിക്കവാറും നമ്മളൊരു ബൈയും കൂടെ ചെയ്യാം. ഞാൻ ബൈ ചെയ്യാണ് ഗൈസ്. ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ക്ലോസ് ചെയ്യും, മാനുവലി കട്ട് ചെയ്യും. ചെറിയൊരു സ്കാൽപ്പിംഗ് കിട്ടുമെന്ന് നോക്കാം. ഇപ്പോൾ ഒരു മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട് മാർക്കറ്റിൽ അറ്റ്ലീസ്റ്റ്. ഇത് മിക്കവാറും നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇത് അഥവാ റെഡ് ക്ലോസിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇൻഫാക്റ്റ് ഞാൻ സിസ്റ്റത്തിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കാം. വലിയ രീതിയിൽ ലോസ് എടുക്കേണ്ട ആവശ്യമില്ല. ഈ ലൈൻ്റെ താഴെ ഓൾറെഡി നമ്മൾ ഡിസൈഡ് ചെയ്തു ലൈൻ്റെ താഴെ ക്ലോസ് ചെയ്യുന്നു. ഇപ്പം ലൈൻ്റെ താഴെ ക്ലോസിങ് വന്നാലേ ചെയ്യേണ്ട കാര്യമുള്ളൂ. പക്ഷേ 3 മിനിറ്റ് ഒരുപാട് ടൈമാണ്. ചിലപ്പോൾ 3 മിനിറ്റിൽ ഒരുപാട് താഴോട്ടേക്ക് വരാനും ചാൻസ് ഉണ്ട്.
നോട്ട് ലുക്കിംഗ് ഗുഡ്. ടി പി ഈ ടി പി നമുക്ക് എടുക്കാൻ പറ്റിയാൽ ഏകദേശം എനിക്ക് തോന്നുന്നു അത്ര ഒന്നും കിട്ടില്ല. ഓക്കെ, $13. ടി പി എടുക്കാൻ പറ്റുകയാണെങ്കിൽ $13 ബുക്ക് ചെയ്യാം. നേരത്തെ നമ്മൾ ഓൾമോസ്റ്റ് $20 ബുക്ക് ചെയ്തില്ലേ? ഇല്ല, നമ്മൾ $10 ആയിരുന്നു, അത്രയായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളെ അക്കൗണ്ട് തുടങ്ങുമ്പോൾ 120 ഓക്കെ. അപ്പം നേരത്തെ ഓൾമോസ്റ്റ് $10 ഉള്ളായിരുന്നു. ഒറ്റ ഗ്രീൻ ക്യാൻഡിൽ ഇത് ക്ലോസ് ചെയ്താൽ നമുക്കിപ്പോൾ ഉള്ള കോൺഫിഡൻസ് കൂടും. ഇവിടുന്ന് ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ 60% നമുക്ക് ടി പി കിട്ടും. അഥവാ റെഡാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ചാൻസസ് ആർ വെരി ലോ. ഓക്കെ, കമോൺ. ലാസ്റ്റത്തെ 30 സെക്കൻഡേ ബാക്കിയുള്ളൂ. 30 സെക്കൻഡിൽ അറിയാം ഇതിൻ്റെ വിധി എന്താണെന്ന്. ഞാനിപ്പം ചെയ്യുന്നത് പ്രോപ്പർ സ്കാൽപ്പിംഗ് ആണ്. അതുകൊണ്ടാണ് ഈ ഒരു കറക്റ്റ് ലെവലിൽ ഞാൻ കൊണ്ടുവന്നിട്ട് ട്രേഡ് അത്രയും റിസ്ക് എടുത്തിട്ടുള്ളത്. ഓക്കെ, സ്കാൽപ്പിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഷാർപ്പ് ലെവലിൽ ചെയ്യുക. അപ്പം തന്നെ സ്റ്റോപ്പ് ലോസ് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. സ്റ്റോപ്പ് ലോസ് ഡിസൈഡ് ചെയ്താൽ പിന്നെ അതിൽ മാറ്റം ഉണ്ടാവരുത്. ഇതിനിപ്പോൾ താഴത്തേക്ക് വന്നാലും സ്റ്റോപ്പ് ലോസ് എടുത്താൽ പോട്ടെന്ന് വെക്കുക, ക്ലോസ് ചെയ്യുക ട്രേഡ് അന്നത്തെ ദിവസം. മറ്റേത് സ്കാൽപ്പിങ്ങിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പറായിട്ടൊരു ഏരിയ ഡിഫൈൻ ചെയ്യാതാണ് സ്കാൽപ്പിങ് ചെയ്യുന്നതെങ്കിൽ ഡേഞ്ചർ സിറ്റുവേഷനിലാണ് ഉണ്ടാവുക. ഭയങ്കര ബാഡ് ഇമ്പാക്റ്റ് ആയിരിക്കും. നിങ്ങളെ ക്യാപിറ്റൽ ഫുള്ളും പതുക്കെ 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 വൈപ്പൗട്ടായി പോകും. ഇപ്പം ഞാനിവിടെ ഏകദേശം $5 റിസ്ക് എടുക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് $10, അതായത് അറ്റ്ലീസ്റ്റ് 1:2 റേഷ്യോ ഞാൻ വെക്കുന്നുണ്ട്. റിസ്ക് റിവാർഡ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഗൈസ് നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ. ഇപ്പം ചെറിയ ക്യാപിറ്റലാണ് അറ്റ്ലീസ്റ്റ് ഇപ്പം നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ട്രേഡ് ഏകദേശം ഒരു 60% ഓക്കെയാണ്, ബാക്കി 40% റോങ് വരാറുള്ളെങ്കിൽ നിങ്ങൾ ജേണലൈസ് ചെയ്യുക കിട്ടുന്ന ട്രേഡ്. ഇപ്പോൾ ഒരു ദിവസത്തിൽ നിങ്ങൾ എത്ര ട്രേഡാണ് അത് നമ്പർ ഓഫ് ട്രേഡ്സൊക്കെ എഴുതി വെക്കുക. എന്നിട്ട് അഥവാ ട്രേഡിൽ നിങ്ങൾക്ക് തോന്നുന്നത് ഒരു 60% വിൻ റേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 1:1 നിങ്ങൾക്ക് കീപ്പ് ചെയ്താലും പ്രോഫിറ്റ് ആയിരിക്കും എൻഡ് ഓഫ് ദി മന്ത്. അതല്ല നിങ്ങൾ 1:2 ആണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അതായത് ചാൻസസ് കൂടും. ഇപ്പം 60% നിങ്ങൾക്ക് 60, അപ്പോൾ 10 ട്രേഡിൽ 6 ട്രേഡ് ലോസിലാണെന്നുണ്ടെങ്കിലും
4 ട്രേഡ് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സർവൈവ് ചെയ്യും. എനിക്ക് തോന്നുന്നത് നമ്മളെ സ്റ്റോപ്പ് ലോസ് എടുക്കാനാണ് ചാൻസ്. സ്റ്റോപ്പ് ലോസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ വീണ്ടും നമ്മളെ കോസ്റ്റ് നമ്മളിന്ന് ട്രേഡ് തുടങ്ങുമ്പോഴുള്ള ഏകദേശം ബാലൻസിൻ്റെ അടുത്തോട്ട് എത്തും. ആണ് നമ്മളിവിടെ നിർത്തും. ഇന്നത്തെ സെഷൻ ഇവിടെ നിർത്താം. ഞാനൊരു മിനിമം സ്കാൽപ്പെങ്കിലും ചെയ്തിട്ട് മിനിമം ഒരു $20 to $30 ഇന്നത്തെ ഒരു പ്രോഫിറ്റ് മനസ്സിൽ വെച്ചതായിരുന്നു. I think this is going to close now. ക്ലോസ് ആയി ഗൈസ്, ക്ലോസ് ആയി. ഇത് 100% ചാൻസാണ് ക്ലോസ് ആവും. കാരണം ക്യാൻഡിൽ പാറ്റേൺ ഇത് വരുന്നത് കണ്ടാൽ തന്നെ അറിയാം. നമ്മൾ അവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടില്ലെങ്കിൽ ഉള്ള അവസ്ഥ ആലോചിച്ച് നോക്കി നിങ്ങൾ. നമ്മൾ അവിടെ അല്ല, കുറച്ചും കൂടെ റിസ്ക് കൂടുതൽ എടുക്കുകയാണ്, ഇവിടെ ഒക്കെ കൊണ്ടുവന്ന് ഇട്ടിക്കണമെങ്കിൽ ഈ വിക്കിൽ നമ്മൾ ഔട്ടായി ഓൾറെഡി. ഇതെന്താ ഉദ്ദേശിച്ചത് ഇത്രയും വലിയ റിജക്ഷൻ വരുന്നത്? അപ്പോൾ ഗൈസ്, ഞാൻ ഇന്നത്തേത് ഇവിടെ ക്ലോസ് ചെയ്യാണ്. നമ്മൾ ഒരു ശ്രമം നടത്തി നോക്കി. മാർക്കറ്റിൽ പാറ്റേൺ മിക്കവാറും പാറ്റേൺ കീപ്പ് ചെയ്യാറുണ്ട്. ഇൻഫാക്റ്റ് ഇത് ബൈയിങ് ക്യാൻഡിലും ആയിരുന്നു 15 മിനിറ്റിൽ. അപ്പോൾ അതിൻ്റെ ബേസിസിൽ ഇവിടെ വന്നിട്ട് വീണ്ടും ഒരു ബൈയിങ് കൂടെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിരുന്നു. നോർമലി അങ്ങനെയാണ്, മാർക്കറ്റിൽ അങ്ങനെ പാറ്റേൺസ് ആണ് ഉണ്ടാവാറ്. അപ്പോൾ ആ ഒരു കൺഫ്ലുവൻസ് കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ 5 മിനിറ്റിൽ ആ റിസ്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. 3 മിനിറ്റിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ഓക്കെ, ഇറ്റ്സ് ഫൈൻ. നമുക്ക് ചെറിയ ലോസേ പോയിട്ടുള്ളൂ, അങ്ങനെ സമാധാനിക്കാം. റിസ്ക് റിവാർഡ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക ഗൈസ്. നിങ്ങൾ മാർക്കറ്റിൽ സ്കാൽപ്പിങ് ചെയ്യുക അല്ലെങ്കിൽ നോർമൽ ട്രേഡിങ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇന്ന് നമ്മൾ ടോട്ടൽ $8.5 പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഈ $11 പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. വിച്ച് ഈസ് ലൈക്ക് കോസ്റ്റ് ടു കോസ്റ്റ്. നമ്മൾ 120 ആയിരുന്നു, 121-121-121 ഒന്ന് ഓപ്പണിങ്. ഇതിപ്പോൾ 125 നിൽക്കുന്നത്. നമ്മൾ ഇന്ന് ഇന്നെടുത്ത ട്രേഡ് 20 അല്ലേ? ഇത് അതായത് 1 2 3 ഇത് ഒറ്റ ട്രേഡായിരുന്നു ബൈ ദ വേ. 1 2 3 3 ട്രേഡാണ് എടുത്തിട്ടുള്ളത്. സോ വിച്ച് ഈസ് ഗുഡ് ഇനഫ്. ഞാൻ ഇന്നത്തെ ഡേ ക്ലോസ് ചെയ്യാണ് ഗൈസ്. അറ്റ്ലീസ്റ്റ് ലൂസിങ് സ്ട്രീക്ക് വരാതെ നമ്മൾ രക്ഷപ്പെട്ടു. ഞാൻ ലൂസിങ് സ്ട്രീക്ക് വരുന്നതാണ് കരുതിയിരുന്നത്. കാരണം എനിക്ക് അങ്ങനെ ഒറ്റ പ്രാവശ്യം ലോസ് വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പറഞ്ഞാൽ പിന്നെയും പെട്ടെന്ന് ലൂസിങ് വരാറുണ്ട്. പക്ഷേ അതിൽ നിന്ന് നമ്മൾ തൽക്കാലം രക്ഷപ്പെട്ടു. കാരണം ഇന്നലെ ലൂസിങ് ആയിരുന്നു. പക്ഷേ കോസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി. $120 ഇതിൻ്റെ മുമ്പ് മെനിയാന്ന് കഴിഞ്ഞ വീക്ക്. പക്ഷേ നമ്മൾ
രക്ഷപ്പെട്ടു പോയി എങ്ങനെയൊക്കെയോ. ഈ അതിൻ്റെ മെയിൻ കാരണം അറ്റ്ലീസ്റ്റ് നമ്മൾ കോസ്റ്റ് കട്ട് ചെയ്ത് അങ്ങനെയൊക്കെ ഒഴിവാക്കിയതുകൊണ്ടാണ്. അല്ലെങ്കിൽ എപ്പോഴോ ക്യാപിറ്റൽ ഇത് കുറഞ്ഞിട്ട് 100 താഴെയൊക്കെ എത്തിയിട്ടുണ്ടാവും. ചില മാർക്കറ്റ് കണ്ടീഷൻസിൽ നമ്മൾ എങ്ങനെ ട്രേഡ് എടുത്താലും നമുക്ക് ലോസ് ഉണ്ടാവും. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക ഗൈസ്. ഇൻഫാക്റ്റ് ഇപ്പോൾ ഒരു റിഗ്രറ്റ് ഫീലിംഗ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് ഇമ്പോർട്ടൻസ് ആയിരുന്നു. പേഷ്യൻസിൽ ഞാൻ കഴിഞ്ഞ ട്രേഡ്സിലെല്ലാം ഒരുപാട് പേഷ്യൻസ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഞാൻ നമ്മളെ പ്രോപ്പർ ടാർഗറ്റ് എത്തുന്നവരെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളെ ടാർഗറ്റിൻ്റെ ഓൾമോസ്റ്റ് 2-3 പിപ്പ് മുമ്പ് തിരിച്ച് മാർക്കറ്റ് കയറി. അപ്പോൾ നമ്മളെ മനസ്സിൽ ഓൾറെഡി, എൻ്റെ മനസ്സിൽ ഓൾറെഡി ആ ഒരു ഇത് പതിഞ്ഞിട്ടുണ്ട്. എന്ത് മാനസികമായിട്ട് എനിക്ക് അത് എൻ്റെ മനസ്സിലുണ്ട്, ആ ഒരു ഫിയർ. എന്ത് ഞാൻ ആ ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് പിന്നെ റിവേഴ്സിൽ പോയത് കണ്ടിട്ട്. അപ്പം ക്യാപിറ്റൽ ഗ്രോ ചെയ്യാനും പറ്റില്ല. എനിക്ക് എന്താ പറയുക, ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടല്ലോ, അത് കുറയും അങ്ങനെ വരുമ്പോൾ. 2-3 ട്രേഡിൽ അങ്ങനെ വന്നു ഇന്നലെ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇന്നലത്തെ ട്രേഡ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ 70% ഫസ്റ്റ് ബുക്ക് ചെയ്ത് പിന്നെ ഒരു ഇതിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഫാക്റ്റ് എനിക്ക് ഇപ്പം തോന്നുന്നില്ല ഇത് ആ ടാർഗറ്റ് വരെ തരുന്നത്. നമ്മൾ ഏകദേശം ഇവിടെ ആയിരുന്നു ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല അതുവരെ ടാർഗറ്റ് തരുന്നത്. ഇതിപ്പം ഇവിടുന്ന് വീണ്ടും ബൈയിങ് സൈഡിലോട്ട് പോകാനാണ് ചാൻസ്. ഞാനൊരു 0.01 ഒരു ട്രേഡ് ഇവിടുന്ന് എടുക്കണം, ബൈയിങ്ങിൽ എടുത്തിടണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നൈറ്റിൽ. ഈ ഒരു ലെവലിലോട്ട് വരാണ് നമ്മളിത് മിറ്റിഗേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബൈയിങ് ട്രേഡ് 0.01 ചെറിയ ലോട്ടിൽ കുറച്ച് താഴോട്ടേക്ക് SL വെച്ചിട്ട് ഒരു ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ നമുക്ക് ആ ലെവലിലോട്ട് പോലും എത്തിയിട്ടില്ല. ഇപ്പോൾ ഇടയിൽ കയറാനും തോന്നുന്നില്ല. ഇനിയും ചാൻസസ് ഉണ്ട് ഇത് താഴോട്ടേക്ക് തന്നെ വരാൻ. പക്ഷേ ചിലപ്പോൾ സൈഡ് വൈസ് ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. സോ പിന്നെ വീഡിയോ ഓവർ ലെങ്തിയർ ആയും ചെയ്ത് ഗൈസ്. ഐ വിൽ do the next trade from Dubai guys, hopefully. സൺഡേ ഈവനിങ് ആകുമ്പോഴേക്കും ഗോഡ് വില്ലിങ് ഞാൻ ദുബായിലെത്തും ഇൻഷാല്ലാ. സോ സീ യു ഓൾ ഗൈസ്. ബൈ ബൈ. അടുത്ത ട്രേഡിംഗ് സെഷനിൽ കാണാം.